പെർസെൻറ്റേജ് ആണ് എടുക്കുന്നത്. പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് പെർസെൻറ്റേജിന്റെ സിമ്പിൾ വരിക. ഇത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1/100 എന്നാണ് അതിന്റെ അർത്ഥം വരിക. അതായത് ഇപ്പോൾ 50% എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം 50 × 1/100 ഇതാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? 1/2 അല്ലെങ്കിൽ 0.5 ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ 50% പറഞ്ഞാൽ ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ 1/2 ആണ് വരിക. അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. അതായത് പെർസെൻറ്റേജിന്റെ അർത്ഥം എന്താ? പെർസെൻറ്റേജ് പറഞ്ഞാൽ 1/100 ആണ്. പെർസെൻറ്റേജ് പറഞ്ഞാൽ 1/100 ആണ്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഈ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ ഞാൻ പറഞ്ഞ് × 1/100 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 60% എത്രയായിരിക്കും? 60% പറഞ്ഞാൽ 60 × 1/100. 60 × 1/100 എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഒന്നല്ലെങ്കിൽ 0.6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 6/10 അല്ലെങ്കിൽ 3/5 അതൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ മനസ്സിലായല്ലോ. പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഫ്രാക്ഷന് പെർസെൻറ്റേജിലേക്കാക്കാൻ എന്താ ചെയ്യാം? അത് ഇതേ സാധനം തിരിച്ച് ചെയ്താൽ മതി. അതെങ്ങനെയാ? ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 1/100 ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ് വരിക. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രാക്ഷൻ എടുക്കുക, എന്താ 4/5 എടുക്കുക. ഇതൊരു ഫ്രാക്ഷൻ ആണ്. 4/5 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 4/5 × 100%. ഇത്രയും പെർസെൻറ്റേജ് ആണ്. കാരണം എന്താ? ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഈ പെർസെൻറ്റേജ് ആണ് നമ്മൾ പറഞ്ഞ് × 1/100 ആണ്. അപ്പോൾ ഒരു സംഖ്യേനെ 100/100 കൊണ്ട് ഇൻഡ് ചെയ്താൽ 1 കൊണ്ട് ഇൻഡ്, അതായത് 100/100 പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ ഈ 1 കൊണ്ട് ഇൻഡ് ചെയ്ത അതേ സംഖ്യ അല്ലേ വരിക? അപ്പൊ നമുക്ക് ഇത്രയും പെർസെൻറ്റേജ് എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ ഇത്രയും പെർസെൻറ്റേജ്. അപ്പൊ എത്രയാ? ഈ 5നെ 100 കൊണ്ട് ക്യാൻസൽ ചെയ്ത 5ൽ 5 ഒരു പ്രാവശ്യം പോവും, 100ൽ 5 20 പ്രാവശ്യം പോവും. 20 പ്രാവശ്യം പോവും. അപ്പൊ 20 × 4 പറഞ്ഞാൽ 80. അപ്പൊ 80% ആണ്. അപ്പൊ 4/5 80% ആയിരിക്കും. അപ്പൊ ഈ 100% ആണ് എത്രയാണ്? 100%. 100% എന്ന് പറഞ്ഞാല് 100 × 1/100. അപ്പൊ 100നെ ഫ്രാക്ഷനിലേക്ക് ആകുമ്പോൾ 1/1 വരും, അല്ലെങ്കിൽ 1 വരും. അപ്പൊ 100% പറഞ്ഞാൽ 1 ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു സംഖ്യ പറയാം. അതായത് ഒരാള് എന്താ 500 മീറ്റർ ആണ് ഒരാൾക്ക് ഹൗസിൽ നിന്ന് എത്ര ഷോപ്പിലേക്കുള്ള ദൂരം 500 മീറ്റർ. അപ്പോൾ അയാള് അതിന്റെ 50% കവർ ചെയ്തെന്ന് എങ്ങനെയാ പറയാ? അപ്പൊ 500ന്റെ 50%, 500 × 50%. അപ്പൊ 50%നെ ഫ്രാക്ഷനിലേക്ക് ആക്കിയാൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ 500 × 50/100. അപ്പൊ പെർസെൻറ്റേജ് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 5 × 50. അപ്പൊ 250 മീറ്റർ. ഇതാണ് 500ന്റെ 50% പറഞ്ഞാൽ. അപ്പൊ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് നോക്കാം. പെർസെൻറ്റേജ് വാല്യൂ ഏതൊക്കെ വെച്ചാൽ 50 നമ്മൾ ചെയ്തല്ലോ. 50 പറഞ്ഞാൽ എത്രയാ ഫ്രാക്ഷനിൽ? ഫ്രാക്ഷനിൽ 50 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ 25 എന്ന് പറഞ്ഞാൽ എത്രയാ? 25% 1/4. അതെങ്ങനെയാ വന്നാൽ മനസ്സിലായല്ലോ. 25 × 1/100 വരും. അപ്പൊ 100ൽ 4 പ്രാവശ്യം പോവും. 1/4. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനി അടുത്ത് ഏതൊക്കെയാ വേണ്ടേ? ഇനി
ഇനി ഒരു 60% ചെയ്ത് നോക്കാം. 60%നെ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 1/100 കൊണ്ട് ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്യും. 6/10 3/5. അപ്പോൾ ചെയ്താണ് 3/5. ഇനി അടുത്തേതായാലും നോക്കണ്ട്. ഇനി നമുക്ക് ഫ്രാക്ഷനെ, അതായത് ഇവിടെ ഉള്ള ഫ്രാക്ഷനെ തിരിച്ച് പെർസെൻറ്റേജിലേക്ക് ആക്കും. ഇങ്ങനെയാണ്. ഇവിടെ നോക്കാം. ഈ 1/2നെ പെർസെൻറ്റേജിലേക്ക് ആക്കണം. എന്താ ചെയ്യുക? തിരിച്ച് ഇവിടെ ഇൻറ്റു 1/100 ആണെങ്കിൽ ഇവിടെ ഇൻറ്റു 100 ആണ് വരിക. അപ്പോൾ 1/2 ഇൻറ്റു 100 ചെയ്താൽ എത്ര കിട്ടുക? ഈ 2 കൊണ്ട് 100നെ വെട്ടിയാൽ 50 കിട്ടും. അപ്പോൾ 50%. ഇനി അടുത്ത് ഇത് നോക്കിയാൽ വേണ്ട, അല്ലാതെ തന്നെ ചെയ്യാം. ഈ 1/4നെ പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 100%. അപ്പോൾ അത് എത്ര വരിക? ഈ പെർസെൻറ്റേജ് എന്ന എത്ര വരെ? 1/100 ആണ്. അപ്പോൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന അതേപോലെയാണ് വരിക. 1/4 ഇൻറ്റു 100 അപ്പോൾ ക്യാൻസൽ ആവും. 25 കിട്ടും. അപ്പോൾ 25%. 25%. ഇനി 3/5ന്റെ പെർസെൻറ്റേജ് എത്രയാണ്? ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ആവും. 20 കിട്ടും. 3 ഇൻറ്റു 20 60%. ആ പെർസെൻറ്റേജിന്റെ മനസ്സിലായല്ലോ. എങ്ങനെയാണ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കുന്നു, ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് ആക്കുന്നു, മനസ്സിലായല്ലോ. ഇനി ഇതേ കാര്യം വെച്ച് നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. 100% ആണ് എത്രയാണ്? ഒരു സംഖ്യേനെ 100% പറഞ്ഞാൽ ആ സംഖ്യേന്റെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത് തുല്യമായിരിക്കും. അതായത് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 100 ചെയ്യും. അപ്പോൾ 1 കിട്ടും. അപ്പോൾ വേറൊരു കാര്യം നോക്കാം. 100ന് കൂടുതലുള്ള പെർസെൻറ്റേജ്, അതായത് ഇപ്പോൾ ഒരാളെ വേതനം, അതായത് എന്താ പറയുക, സാലറി ആണ്, അല്ല ഇൻകം ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരാളെ സംഖ്യ ഇൻകം ഒരു 500 രൂപയാണെങ്കിൽ അത് ഇൻക്രീസ്ഡ് ബൈ 20%. ആ 20% ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്രയാണ് ഇൻക്രീസ് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 500 × 20% കണ്ടുപിടിക്കും. 500 × 20%. 20% പറയുമ്പോൾ 20/100 വരും. അപ്പോൾ അത് ക്യാൻസൽ ആവും. അപ്പോൾ 5 × 2 10. അപ്പം 100. അപ്പം 500ന്റെ 20% പറഞ്ഞാൽ 100 ആണ്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് 100 ആണ് കൂടിയത്. അപ്പം ടോട്ടൽ എത്രയാകും? 500 + 100 600 ആണ് പുതിയ സാലറി. ഇതേ കാര്യം നമുക്ക് വേറെ രീതി ചെയ്യാൻ പറ്റും. 500നോട് എത്ര കൂടി? 20 ആണ് കൂടി. അപ്പോൾ ഇൻറ്റു 120 ചെയ്ത് കഴിഞ്ഞാൽ 120%. അതായത് 500ന്റെ 120% കാണാൻ പറ്റും. പെർസെൻറ്റേജ് പറഞ്ഞാൽ 1/100 ആണ്. അപ്പോൾ 100 വെച്ച് അപ്പോൾ 500 × 120 വരും. സോറി 5 × 120 വരും. 5 × 120 പറഞ്ഞാൽ എത്രയാണ്? 600 ആണ്. അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇനി ഇൻക്രീസ്ഡിന് പകരം ഡിക്രീസ്ഡ് ആണെങ്കിലും ഇവിടെയാണ് ചിലർക്ക് കൺഫ്യൂഷൻ വരിക. ഈ ഡിക്രീസ്ഡ് ആകുമ്പോൾ ഒരു സംശയം നോക്കാറില്ല. ഇവിടെ നേരെ നമ്മൾ 100നോട് +20 ആയിരുന്നു, നേരത്തെ 120 കിട്ടി. ഇൻക്രീസ്ഡ് ആകുമ്പോൾ, ഡിക്രീസ്ഡ് ആകുമ്പോൾ 100നോട് -20 ചെയ്യുക. അപ്പോൾ 80 ആണ് കിട്ടുക. അതായത് നമ്മൾ 500 - 500 × 20/100 ആണ് വരിക. അപ്പോൾ ഇത് എത്ര കിട്ടുക? 500 - 100 വരും. 400 വരും. മനസ്സിലായല്ലോ? 500 - 100 400 വരും. അപ്പൊ 500 - 100 400 വരുന്നതിന് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുക എങ്ങനെയാ? 80% നോക്കിയാൽ മതി. അപ്പൊ 500 × 80/100 വരും. 500 100 വെട്ടിപ്പോ 5 × 8 40. അപ്പൊ 400. അപ്പൊ മനസ്സിലായല്ലോ? ഡിക്രീസ്ഡ് ആകുമ്പോൾ 100ന്ന് മൈനസ് ചെയ്യുക, ഇൻക്രീസ്ഡ് ആകുമ്പോൾ 100ന്ന് പ്ലസ് ചെയ്യുക. ഇനി 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 40 ഈസ് 10? അതായത് 40ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 10? ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 60 ഈസ് 20? ഈ 2 ക്വസ്റ്റ്യനും നോക്കുക. 2 ക്വസ്റ്റ്യനും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ചെയ്യാം. അപ്പോൾ എന്താ അവിടെ ചോദിച്ചത്? 40/10 40/10 40ന്റെ 10%. സോറി 40ന്റെ
10 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ്, അതാണ് ചോദിച്ചത്. അപ്പൊ 10% അത് എത്രയാണ്? 40 10, അതായത് 40ന്റെ എത്ര പെർസെന്റേജ് ആണ് 10 എന്നാ ചോദിച്ചത്. അപ്പൊ പെർസെന്റേജിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫ്രാക്ഷൻ ആണിത്. അപ്പൊ ഇനി പെർസെന്റേജിലേക്ക് ആകുമ്പോൾ ഇൻറ്റു 100 ആണ് ചെയ്യുക. അപ്പൊ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 0 ക്യാൻസലായി, 10നെ ക്യാൻസൽ ആക്കുമ്പോൾ 2 വരും, 5 ആയി. അടുത്ത 10നെ ക്യാൻസൽ ആക്കുമ്പോൾ 5 വരും. 5 × 5 25%. അല്ലെങ്കിൽ 1/4 വരുമ്പോൾ 25 ആണെന്ന് അറിയാം, 2.5 ആണെന്ന് അറിയാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 25%. അങ്ങനെയാണ് 60ന്റെ എത്ര പെർസെന്റേജ് ആണ് 20 എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ 20 എന്ന് പറയുന്നത് എത്ര? 60ന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചത്. അപ്പൊ പെർസെന്റേജിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ ക്യാൻസൽ ചെയ്യാം. 6 അറിയുമ്പോൾ 10 ആയി, 3 ആയി. അപ്പൊ 100/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 33 1/3, അല്ലെങ്കിൽ 33.333 അങ്ങനെ പോകും. അപ്പൊ ആ വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ പെർസെന്റേജിലേക്ക് കാണുകയെന്ന് മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്ന് മനസ്സിലായല്ലോ. ഇനി എക്സ് പെർസെന്റേജ് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഈസ് 80% ഓഫ് വൈ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് ഈസ് വൈ. അതായത് എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ 80% ആണ്. അതിനർത്ഥം എന്താ? വൈ ഇൻറ്റു 80% എന്ന് പറഞ്ഞാൽ എത്രയാ? എക്സ് ആണ്. ഇതാണ് തന്നത്. നമ്മളോട് ചോദിച്ചെന്താ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് ഈസ് വൈ, അതായത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് ഈസ് വൈ, എക്സിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് വൈ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എത്ര പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുന്നതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ഈ y/x ആണ് നമുക്ക് കാണേണ്ടത്. ഇനി പെർസെൻറ്റേജിനെ ഒന്ന് മാറ്റി ചെയ്താൽ പെർസെൻറ്റേജ് പറഞ്ഞാൽ എത്രയാ? ബൈ 100 ആണ്, അറിയാലോ. ഇനി y/x കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ y/x ആയി. y/x എത്രയാ? ഈ 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, 80 ഡിവിഷനും ആവും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രാക്ഷൻ വരിക. ഇനി y/xന്റെ പെർസെൻറ്റേജിലേക്കാണ് നമ്മൾ എന്താ ചെയ്യുക? അതായത് ഡിവൈഡ് ബൈ 100 എന്നുള്ള ഫോർമാറ്റിൽ വരണം. അങ്ങനെ വരുമ്പോൾ ഇൻറ്റു 100 ആണ് ചെയ്യുക. ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്താലാണ് പെർസെൻറ്റേജ് കിട്ടുക. അത് നമുക്കറിയാലോ. അപ്പൊ 100/80 ഇൻറ്റു 100 വരും. അപ്പൊ 80 എന്ന് പറയുന്നത് ഒരു 0 വേണേൽ ക്യാൻസൽ ചെയ്യാം. പിന്നെ 8നെ 5 ആയി, 4നെ വെട്ടിപ്പോയാൽ 25 കിട്ടും. അപ്പൊ 5 × 25 പറഞ്ഞാൽ 125%. അപ്പൊ ആൻസർ എന്താ വരിക? 125%. ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു വെച്ചാൽ 75 ഉണ്ട്, 100 ഉണ്ട്, 125 ഉണ്ട്, 80 ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പെർസെൻറ്റേജ് ആയിട്ട് വന്നത്. അപ്പൊ 80% എന്ന് പറഞ്ഞ ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ല ക്വസ്റ്റ്യനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 80 എന്നുള്ള ആൻസർ ചെയ്യരുത്. നമ്മൾ ഈ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമേ ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. 125%. മനസ്സിലായല്ലോ. ഇനി വേറൊരു പോർഷൻ നോക്കാം. പെർസെൻറ്റേജിന്റെ വേറൊരു മെത്തേഡ് നോക്കാം. ഇപ്പൊ നമ്മൾ എക്സ് വെച്ചാണ് ചെയ്ത്. ഇനി അതിന് പകരം വാല്യൂസ് വെച്ച് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിക്കും, നമ്പർ എത്രയാണെന്ന് ചോദിക്കും. അപ്പോ ഇഫ് 120 ഈസ് 20% ഓഫ് എ നമ്പർ, then 120% ഓഫ് ദാറ്റ് നമ്പർ. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. 120 ഈസ് 20% ഓഫ് നമ്പർ. അപ്പോൾ ഈ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എക്സ് ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ്? 20% ആണ്. ഈസ് 120. ഇതാണ് തന്നത്. അപ്പൊ ഈ സംഖ്യ ആദ്യം കാണണം. അപ്പൊ സംഖ്യ എത്രയാ? എക്സ്
20% അറിയുന്നത് 20/100 ആണ്. അപ്പോൾ 100നെ ഞാൻ ഇവിടെ എഴുതി /100. അപ്പോൾ ഈ 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. 120 ഇൻറ്റു 100/20. ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിച്ചത് എന്താ, എക്സിന്റെ 120% എത്രയാണ്? അപ്പോൾ എക്സ് ഇൻറ്റു 120/100 ആണ് 120%. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം. 120 ഇൻറ്റു 100 ഇൻറ്റു /20. ഇതാണ് എക്സ്. ഇൻറ്റു 120/100 ചെയ്താൽ 120% ആയി. അപ്പോൾ എത്ര വരിക? ഈ 100 ഇവിടെ ക്യാൻസൽ ആയി പോകും. ഈ 20 എന്ന് പറയുന്ന 0 ക്യാൻസൽ ആവും. 2 എന്ന് പറയുന്നത് 6 ആയി. അപ്പോൾ 6 ഇൻറ്റു 120 അതെത്രയാ? 720. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാ വരിക? 720 ആണ് വരിക. മനസ്സിലായാലും എങ്ങനെയാ വന്ന്. ഇനി അടുത്തൊരു പെർസെൻറ്റേജ്. ഇനി റൈസ് ആൻഡ് ഫോൾ. പെർസെൻറ്റേജ് റൈസ് ആൻഡ് പെർസെൻറ്റേജ് ഫോൾ. ഒരു പോർഷൻ ആണ് പെർസെൻറ്റേജ് റൈസ് ആൻഡ് പെർസെൻറ്റേജ് ഫോൾ. നോക്കുക എങ്ങനെയാണ് പെർസെൻറ്റേജ് റൈസും പെർസെൻറ്റേജ് ഫോളും കണ്ടുപിടിക്കാൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാം. വാട്ട് പെർസെൻറ്റേജ് 40 ഈസ് ലെസ് ദാൻ 60. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി. വാട്ട് പെർസെൻറ്റേജ് 60 ഈസ് മോർ ദാൻ 40. നിങ്ങൾ ചോദിക്കുക ഇതിൽ രണ്ടിന്റെ ആൻസർ ഒന്നാവാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. രണ്ടിന്റെ ആൻസർ വ്യത്യസ്തമായിരിക്കും. കാരണം ഇവിടെ ചോദിച്ചത് 40ന്റെ 60ന്റെ എത്ര കുറവാണ് 40 എന്നാണ് ചോദിച്ചത്. അപ്പൊ 40 വാട്ട് പെർസെൻറ്റേജ് ഈസ് 40 ഈസ് ലെസ് ദാൻ 60. അപ്പൊ 60ലാണ് ഇത് ചെയ്യുക. ഇത് 60ലാണ് ചെയ്യുക. ഇവിടെ എന്താ വെച്ചാൽ 60 ഈസ് മോർ ദാൻ 40. അപ്പോൾ 60 വാട്ട് പെർസെൻറ്റേജ് ഈസ് 60 ഈസ് മോർ ദാൻ 40. 60 60ന്റെ എത്ര കൂടുതലാണ്? അപ്പൊ ഇവിടെ ബേസ് 40 ആണ് എടുക്കുക. അപ്പൊ ഈ ഒരു കാര്യം നോക്കിയാൽ ബേസ് ഏതാ എടുക്കുക? ഡിഫറൻസ് സെയിം ആയിരിക്കും. ഈ 40ലേക്ക് 60 എത്താൻ വേണ്ടി എത്ര കുറയ്ക്കണം? 60 40ലേക്ക് എത്താൻ വേണ്ടി എത്ര കുറയ്ക്കണം? -20 കുറയ്ക്കണം. അപ്പൊ എത്ര പെർസെൻറ്റേജാ കുറച്ച്? -20 എത്രയെന്നാണ്? 60. ഇനി ഇത് പെർസെൻറ്റേജിലേക്ക് ആകുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഇത് ക്യാൻസൽ ആവും. അപ്പോൾ 1/3 ആയി. 1/3 പറഞ്ഞാൽ 33.333 അല്ലെങ്കിൽ 33 1/3 എന്ന് വരും. ഇത് മൈനസ് ആണ് വരിക. കാരണം അത്രയും കുറഞ്ഞു. ഇനി എത്ര കുറഞ്ഞു ചോദിച്ചാൽ ഈ മൈനസ് ഇടേണ്ട ആവശ്യമില്ല. അത്രയും പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഇത് നോക്കാം. ഇതിന്റെയും എന്താ 40 എത്ര കൂടുതലാണ് 60 എന്ന് വെച്ചാൽ അപ്പൊ +20 20 കൂടുതലാണ്. പക്ഷെ ഇവിടെ ബേസ് എടുക്കുന്നത് 40 ആണ്. അപ്പൊ എന്താ വരിക? +20/40 ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒന്നാമത്തെ ആൻസർ ആണ്. ഇത് രണ്ടാമത്തെ ആൻസർ. രണ്ടാമത്തെ എങ്ങനെ ചെയ്യാം? ഇതൊന്ന് പോസ് ചെയ്തിട്ട് വേണം ചെയ്ത് നോക്കാം. അപ്പോൾ 20/40 1/2 അപ്പോൾ എത്ര? 50%. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? രണ്ടിനും ആൻസർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇഫ് 40 ഈസ് ലെസ് ദാൻ 60 അങ്ങനെയൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ നോക്കി ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? 60 എന്ന് പറയുന്നത് 40ന്റെ 50% കൂടുതലാണ്. അപ്പൊ 40 ഇൻറ്റു 150% ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 60 കിട്ടണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് ആക്കാം 100 ചെയ്യുക. അത് ആൻസർ ശരിയാണ് നോക്കാനാണ്. 100 ചെയ്യാം. അപ്പൊ 40 ഇൻറ്റു 150/100 ക്യാൻസലായി. പിന്നെ 10നെ വെട്ടിപ്പോയാൽ 150 എത്ര 10 ഉണ്ട്? 15 10 അല്ലേ? വേണ്ട, 0 ക്യാൻസൽ ചെയ്താലും മതി. അപ്പൊ 4 ഇൻറ്റു 15 എത്രയാ? 2 ഇൻറ്റു 30 1 ഇൻറ്റു 60. അപ്പൊ 60. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് പെർസെൻറ്റേജിന്റെ ലെസ് ദാൻ റൈസ് ആൻഡ് ഫാൾ നോക്കാം. ഇനി കുറച്ചുകൂടി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 4000 നല്ലൊരു ആളെ സാലറി ഉണ്ടായിരുന്നു. അത് 6000 ആയി. അപ്പൊ എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയെന്ന് ചോദിക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 2000 ആണ് കൂടിയത്. എത്രയെന്നാ കൂടിയത്? 4000 നിന്ന്
അപ്പോൾ എത്ര പെർസെൻറ്റേജ് റൈസ് ചെയ്തെന്ന് വയ്ക്കാം. കൂടിയതാണല്ലോ. കൂടിയത് എത്രയാ? 2000 ആണ് കൂടിയത്. 4000 നിന്നാണ് കൂടിയത്. ഇനി ഇത് പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 100 ചെയ്യാം. അത് 3 0 ക്യാൻസൽ ആവും. ഇത് 1/2 എന്നുള്ളത് വരും. അപ്പോൾ 50% എന്ന് വരും. അപ്പോൾ ആൻസർ എത്ര? 50% ആണ് കൂടിയത്. 4000ന്റെ 50% ആണ് 2000 ആണല്ലോ. അപ്പോൾ 4000 ഇൻറ്റു 150 ചെയ്താൽ 6000 കിട്ടണം. ഇനി അടുത്ത് 100ന്റെ 20% കൂടി എത്ര കിട്ടുക? 100 രൂപയായിരുന്നു ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ. അപ്പോൾ അതിന്റെ 20% GST വന്നു. അപ്പോൾ 20% GST വരുമ്പോൾ എത്ര ചെയ്യേണ്ടത്? 20 ആണ് ചെയ്യേണ്ടത് പുതിയ വാല്യൂ കിട്ടാൻ. എത്ര കൂടിന്ന് കിട്ടാൻ വേണ്ടി 20 ചെയ്താൽ മതി. നമ്മൾ ഇനി അതല്ല ചെയ്യുന്നത്. ടോട്ടൽ എത്ര പുതിയ വാല്യൂ വരും? 120/100 ഈക്വൽ ടു 120. കാരണം ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുക. ഇനി ഡിക്രീസിങ് ആണെങ്കിലോ, ഇപ്പോൾ 100 രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റ്, അതിന് 20% ഡിസ്കൗണ്ട് കൊടുത്തു. ഇതിൻ്റെ 20% ഡിസ്കൗണ്ട് കൊടുത്താൽ എത്ര വരിക? 100 - 20/100. ഇത് മറന്നു പതക്കാനാണ് ചെയ്തത്. അപ്പോൾ 100 ഇൻറ്റു 80/100. അപ്പോൾ 80. പുതിയ പ്രൈസ് 80. അപ്പോൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മനസ്സിലായാലും എത്ര പെർസെൻറ്റേജ് ആണ് ഫോൾ, എത്ര പെർസെൻറ്റേജ് ആണ് റൈസ്. ഡിസ്കൗണ്ട് നമുക്ക് വേറൊരു പോർഷനായി ചെയ്യാം. ഇനി ഓരോ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒന്ന് എഴുതി വെക്കാം. അതൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഫസ്റ്റത്തെ കുറച്ചെണ്ണം നമുക്ക് ഇപ്പോൾ അറിയുന്നതാണ്. 1/1 എന്ന് പറഞ്ഞാൽ 100 ആണ്, 100%. 1/2 എന്ന് പറഞ്ഞാൽ 50%. 1/3 എന്ന് പറഞ്ഞാൽ 33 1/3 എന്ന് എഴുതാം. ഇനി 1/4 എന്ന് പറഞ്ഞാൽ 25%. 1/5 എന്ന് പറഞ്ഞാൽ 20%. ഇവിടെ വരെ എല്ലാവർക്കും ഒരുവിധ വാല്യൂ ഒക്കെ അറിയാം. എല്ലാവർക്കും അറിയാം വാല്യൂസ്. ഇനി അടുത്ത് 1/6 എത്രയാണ്? ഇവിടെ എത്തുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. 1/6 പറഞ്ഞാൽ എത്രയാ? 1/6 ഇൻറ്റു 100 ആണ്. അത് എത്രയാ? 50/3 വരും. 50/3 എന്ന് പറഞ്ഞാൽ 16 2/3. ഈ 1/3ന്റെ വാല്യൂ എത്രയാ? 0.33 ആണ്. അപ്പോൾ 2/3ന്റെ വാല്യൂ എത്രയായിരിക്കും? 0.6666. അങ്ങനെ പോകും. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആണ് വരിക. അപ്പോൾ 1/6 പറഞ്ഞാൽ 16 2/3 വരും. ഇനി 1/7 എത്രയാ? ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. 14.28% ഓഫ് 100 എത്ര, അല്ലെ 70 എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ 14.28 പറഞ്ഞാൽ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 14.28 ഇൻറ്റു 1/100 ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടേണ്ടത്? 1/7 ആണ്. അപ്പോൾ ഇത് 7 പ്രാവശ്യം കറക്റ്റായിട്ട് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ 1/7 എന്ന് പറഞ്ഞാൽ എത്ര? ഇപ്പോൾ പറഞ്ഞ തന്നെ 14.28 അല്ലെങ്കിൽ 14 2/7. 1/7 എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ 2/7 എന്ന് പറഞ്ഞാൽ 0.28. മനസ്സിലായല്ലോ? 2/7. ഇനി അടുത്ത് ഇത് 2/8 ആണെന്ന് ഓർമ്മ വേണം കേട്ടോ. ഇനി 1/8. ഇതൊരു ഇത് എല്ലാവർക്കും അറിയാം. 1/8 എത്രയാ? 100നെ 80 കൊണ്ട് 100നെ 8 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? അതാണ് ഇവിടെ ചോദിച്ചത്. 12.5%. അല്ലെങ്കിൽ 12 1/2 എന്ന് എഴുതാം. ഇല്ല 12 1/2 എന്നും എഴുതാൻ പറ്റും. 12 1/2%. ഇനി 1/9. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയി എഴുതി വെക്കുക. 1/9 എത്രയാ? 11.11%. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അതായത് 11.11% ഓഫ് 9 എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 1 ആൻസർ കിട്ടും ക്യാൻസൽ ചെയ്തിട്ട്. ഇനി ഇതിന്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നത് നമ്മൾ കുറേ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിന് പകരം ഇതിങ്ങനെ ചെയ്താൽ മതി. ഇനി 1/10. ഇതെല്ലാവർക്കും അറിയാലോ. 1/10 എന്ന് പറഞ്ഞാൽ 10% ആണ്. കാരണം 100 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ഒരു 0 ക്യാൻസൽ ആവും. അപ്പോൾ 10% കിട്ടി. ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഒരു 12 13 വരെയൊക്കെ നമുക്ക് പോകാം. 12 വരെ എത്രയാ? 1/11 എത്രയാ? 1/11 എന്ന് പറയുന്നത് 9 1/11 ആണ്. അല്ലെങ്കിൽ എത്രയാണ്? 9.09. ഇതാണ്
ഇത്രയും പെർസെൻറ്റേജ് ആണ് 1/11. ഇനി 1/12 1/12 എത്രയാ? 1/6 എത്ര അറിയാലോ. അപ്പൊ അതിന്റെ പകുതി 1/12 അതെത്ര? 8 1/3. കാരണം 6 എന്ന് പറഞ്ഞാൽ 16, 8ന്റെ ഇരട്ടിയാണ് 16, 1/3ന്റെ ഇരട്ടിയാണ് 2/3. അതെത്രയാ? 8.33%. ഇങ്ങനെ എഴുതാം, അങ്ങനെ എഴുതാം. ഇനി 1/30 അതെത്രയാ? 9/13 അല്ലെങ്കിൽ 7.69%. ഇനി അടുത്ത് 1/40 7.14. നിങ്ങൾ തന്നെ പഠിച്ചു വെക്കുക, കാരണം ഇങ്ങനെ തന്നെ ചിലവും ചോദിക്കും. അതായത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഉണ്ടാവും 7.14% ഓഫ് 140. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 140 ഇൻറ്റു ഇതിന്റെ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 1/40 എന്നാണെന്ന് അറിയാം. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോകും. അപ്പൊ 10. അപ്പൊ ആൻസർ 10. ഇത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആൻസർ ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി 1/15 അപ്പൊ 6.666 അല്ലെങ്കിൽ 6/2/3 ഇങ്ങനെ രണ്ടിലും എഴുതാം. 3% എഴുതാം. ഇനി 1/60 എത്രയാ? 1/8ന്റെ പകുതി 6.25 അല്ലെങ്കിൽ 6/1/4 എന്ന് എഴുതാം. ഇനി 1/16 വരെ മതി. ഇനി വേണമെങ്കിൽ 1/32 കൂടി എഴുതാം. 1/32 എത്രയാ? ഇതിന്റെ പകുതി 6.25ന്റെ പകുതി എത്രയാ? 3.125. മനസ്സിലായാലും 25ന്റെ പകുതി 12.5, 6ന്റെ പകുതി 3. ഓക്കെ. ഇനി അടുത്ത് ഈ 1/8ന്റെ വാല്യൂ 1/12ന്റെ വാല്യൂ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. എല്ലാ വാല്യൂ നോക്കാനുള്ളതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇവിടെ വരെ എല്ലാവർക്കും അറിയാം. അപ്പൊ ബാക്കിയുള്ള ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ ഉള്ള കുറച്ച് വാല്യൂസും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 1/32. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും, എന്താ 37.5% ഓഫ് ഏതാ വരിക? 80 വേണ്ട, 80 നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാം. ഈ 37.5 പറഞ്ഞാൽ എന്താ? 1/8ന്റെ 5 കൊണ്ട് ഇൻഡ് ചെയ്താലാണ് 37 കിട്ടുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5/8 എന്നാണ് ഇതിന്റെ വാല്യൂ വരിക. ഇൻറ്റു 80 വരും. അത് ക്യാൻസൽ ചെയ്യുക. 10 50. 2 സ്റ്റെപ്പിൽ ആൻസർ ആയി. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ കുറച്ച് എഴുതി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എത്രയാ? 5 അല്ല കേട്ടോ, 3 ആണ്. 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. അപ്പോൾ നേരത്തെ ഇത് 80 അല്ലേ? 80 ഇൻറ്റു 3/8 ആണ് വരിക. അപ്പോൾ 10 10×3 30 ആണ് ആൻസർ വരിക, 50 അല്ല. അപ്പോൾ 3/8 എത്രയാ? 37.5. അപ്പോൾ 5/8 എത്രയാ? 62.5. പിന്നെ വേണ്ടത് 7/8 87.5. ഇനി 12 വെച്ചിട്ടുള്ളത് 7/12 എത്രയാ? 58.33. 2/3 എന്ന് എത്രയാ അറിയാലോ? 66.666. മനസ്സിലായി? 1/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 33 ആണ്. അപ്പൊ 2/3 ആണ് 66. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇവിടെ വരെയുള്ള വാല്യൂ മതി, ബാക്കിയുള്ളതൊക്കെ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോൾവ് ചെയ്യുന്നതാണ്. 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഏതാണ്? 4240 ഓഫ് 33/5 ഓഫ് 75% ഓഫ് 25%. അപ്പം ചെയ്ത് നോക്കുക. ഇത് ചെയ്യാം. അപ്പൊ 14.28 എന്ന എത്രയാ? 14.28 എവിടെയെങ്കിലും കേട്ടീനോ? 1/7ന്റെ വാല്യാണ്. അപ്പൊ 1/7 എന്ന് കൊടുക്കുക. ഓഫിന് പകരം ഇൻറ്റു ആക്കി 49. അത് എത്രയാ? 7 കിട്ടും. അടുത്ത് 64 ഇൻറ്റു 12.5. അത് എത്രയാ? 1/8 ആണ്. 1/8 പറയുമ്പോൾ 64 8 പ്രാവശ്യം പോവും. പിന്നെ ഒരു പ്രാവശ്യം പോവില്ല. പിന്നെ 64 8. ഇത് രണ്ടും കിട്ടിയാൽ ഇനി ഇത്
42.96 ഇൻറ്റു 16.666. എത്ര വരിക? 16.666. എവിടെയും കേട്ടീന 16 2/3 16 2/3 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. 1/6 പറയുമ്പോൾ 6 42 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം പോവും. പിന്നെ 9 ഒരു പ്രാവശ്യം പോവും. പിന്നെ 36 6 പ്രാവശ്യം പോവും. 216. ഇനി 42/40 ഓഫ് 3/5 ഓഫ് 75% ഓഫ് 25%. ഇങ്ങനെ വരുമ്പോൾ എല്ലാം ആദ്യം ഒന്ന് മൾട്ടിപ്ലിക്കേഷനിലാക്കുക. അപ്പോൾ 42/40 ഇൻറ്റു 3/5 ഇൻറ്റു ഈ ഓഫിനൊക്കെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്ത് 75% ആണ് 75/100 ഇൻറ്റു 25% ആണ് 25/100. ഇതൊക്കെ ചെയ്തല്ലോ. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യുക. ഇത് 1/3 ആവും. 3/4 ആവും. 3 പ്രാവശ്യത്തിലേക്ക് പോകാം. ഇവിടെ 1/4 ആവും. ഇനിയിപ്പോൾ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാദ്യം ക്യാൻസൽ ചെയ്യാം. ഇതിൽ 4 എത്ര പ്രാവശ്യം പോവും? 1 2 പോവില്ല. പിന്നെ 24 4 എത്ര പ്രാവശ്യം പോവും? 6 0 1060. ഇനി അടുത്തതൊന്ന് ക്യാൻസൽ ചെയ്യാം. 4 എത്ര പ്രാവശ്യം പോവും? 1060. 10 4 2 പ്രാവശ്യം പോവും. ബാക്കി 2 26 പറയുമ്പോൾ 4 ഇൻറ്റു 5 4 ഇൻറ്റു 6 4 ഇൻറ്റു 6 24 അല്ലേ വരിക? 24 കൊടുക്കുക. അപ്പോൾ 4 ഇൻറ്റു 6 നോക്കട്ടെ. അത് 2 കൊണ്ട് ചെയ്യും. 530. 2 കൊണ്ട് ചെയ്യുമ്പോൾ 265. അപ്പോൾ ഇത് എത്രയായി? 265 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പോൾ 1ൻ്റെ ഒക്കെ ക്യാൻസൽ ചെയ്ത് ഇനി 5 കൊണ്ട് ചെയ്യാം. 265 5 പ്രാവശ്യം പോകും. പിന്നെ 15 5 3 പ്രാവശ്യം പോകും. അപ്പോൾ 53. ഇനി എന്താ ചെയ്യേണ്ടത്? 53 ഇൻറ്റു 9 ചെയ്താൽ ആൻസറായി. 53 ഇൻറ്റു 9 എന്താ? 9 ഇൻറ്റു 3 27 2 9 ഇൻറ്റു 5 45 46 47 477. അപ്പോൾ ആൻസർ കിട്ടി എത്രയാ? 477. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. ഞാൻ അടുത്ത ഏതാണ് നോക്കേണ്ടത്? ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 360 ഇൻറ്റു 66 2/3 പ്ലസ് 255 ഇൻറ്റു 6 2/3. ഈ 6 2/3 നമുക്ക് എങ്ങനെ എഴുതാം? അടുത്ത സ്റ്റെപ്പ് എഴുതിയതല്ലേ. 360 ഇൻറ്റു 66 എന്ന് പറയുന്നത് എത്ര വരിക? 2/3 ആണ് വരിക. ഇതിന്റെ പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ 2/3 ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ പ്ലസ് ബോർഡ് മാസ് വെച്ച് ആദ്യം എന്ത് ചെയ്യാം, പിന്നെ അത് ചെയ്യാം. 255 ഇൻറ്റു 6 2/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/15 ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. 3 36 360 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. ബാക്കി 60 2 പ്രാവശ്യം പോവും. 120. അത് 120 ഇൻറ്റു 2 240 വന്നു. ഇനി ഇവിടെ പ്ലസ് 255 എത്ര 5 പോവും? 15 3 പ്രാവശ്യം പോവും. 255 25 5 പ്രാവശ്യം പോവും. പിന്നെ ഒരു 5 55 പ്രാവശ്യം പോവും. 50 ഇൻറ്റു 5 250 51 ആണല്ലോ വരിക. 51. ഇനി 51/3. 51നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 17 ഇൻറ്റു 3 ഇത് എത്രയാ? 3 ഇൻറ്റു 7 21 2 3 1 3 4 5 51. അപ്പോൾ 17 കിട്ടും. 17. അപ്പോൾ എത്രയാ വരിക? 240 പ്ലസ് 17 7 5 2 257.
അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ചില സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ടും വരാറുണ്ട്. അപ്പൊ പെർസെന്റേജ് അറിയുമ്പോൾ പെർസെന്റേജിൽ മാത്രമല്ല ബാക്കിയുള്ള ക്വസ്റ്റ്യനിലും ആവറേജിലും ഒക്കെ പെർസെന്റേജ് വരാറുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ഫോർമുല ചെയ്യുന്നതാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഇഫ് എ ക്വാണ്ടിറ്റി ടു ടൈംസ് ഇൻക്രീസസ്, അതായത് ഒരു ക്വാണ്ടിറ്റി 2 പ്രാവശ്യം ഇൻക്രീസ് ചെയ്ത്, ഫസ്റ്റ് എ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് രണ്ടാമത് ബി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാ? എ പ്ലസ് ബി പ്ലസ് എ ബി ഡിവൈഡ് ബൈ 100. ഇതാണ് നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ്. ഇത് ഓപ്ഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി വെക്കുക. നമുക്ക് നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഉള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഇപ്പം പെർസെൻറ്റേജ് ഇൻക്രീസ് എ പെർസെൻറ്റേജ് ഇൻക്രീസും ബി പെർസെൻറ്റേജ് ഡിക്രീസും ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാണ് മാറുക? അങ്ങനെ വരുമ്പോൾ ഇവിടെ ഡിസ്കൗണ്ടും പ്രോഫിറ്റ് ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യനിലൊക്കെ ഇത് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. ഇവിടെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ പറയാൻ പറ്റില്ല. കാരണം ബീന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഡിക്രീസ് ആവും, ബീന്റെ വാല്യൂ കുറവാണെങ്കിൽ ഇൻക്രീസ് ആവും. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ ഈ ഇക്വേഷൻ എന്താകും? എ പ്ലസ് മൈനസ് ബി ആണല്ലോ, ബി പ്ലസ് എ ഇൻറ്റു മൈനസ് ബി ഡിവൈഡ് ബൈ 100 ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ മൈനസ് ബി മൈനസ് എ ബി ഡിവൈഡ് ബൈ 100. ഇനി നമുക്ക് എ പെർസെൻറ്റേജ് ഡിക്രീസും ബി പെർസെൻറ്റേജ് ഇൻക്രീസും ആണെങ്കിലോ? ഇങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഇങ്ങനെ ആകുമ്പോൾ എ മൈനസ് ബി മൈനസ് എ ബി ബൈ 100. ഇവിടെ ആണെങ്കിൽ മൈനസ് എ പ്ലസ് ബി മൈനസ് എ ബി ബൈ 100. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കാം, എന്താ ബി മൈനസ് എ മൈനസ് എ ബി ബൈ 100. അതായത് ഏതാണ് ചെയ്യുന്നത് കുറയുന്ന വെച്ചാൽ അത് ആദ്യം മൈനസ് ചെയ്ത് വരും. അപ്പൊ ഇത് മനസ്സിലായി, ഇത് രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് രണ്ടും കുറയാണെങ്കിലോ? എ പെർസെൻറ്റേജ് ഡിക്രീസ് ബി പെർസെൻറ്റേജ് ഡിക്രീസ്. അപ്പൊ എത്രയാ? മൈനസ് എ മൈനസ് ബി മൈനസ് എ ബി ബൈ 100. അങ്ങനെ വരുമ്പോൾ മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. അതായത് ഇത്രയും കുറഞ്ഞെന്ന് കണ്ടാൽ മതി. അതായത് ഇത്ര കൂടിയെന്ന് കാണുന്നു ഇത്ര കുറഞ്ഞ് കാണുന്ന ഈക്വലാണ്. ഒന്ന് മൈനസ് വാല്യൂ വരുന്നേ ഉള്ളൂ. മൈനസ് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു ഇക്വേഷൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ 3 ഇക്വേഷനും ഇത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ അതിന് ഡിറൈവ് ചെയ്തെടുത്താണ്. അപ്പൊ ഇത് വെച്ച് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആവും. അതായത് 100 ആണ് ഒരാൾക്കുള്ള ഒരു വർക്കിനുള്ള സാലറി, അതായത് ഒരു കൂലി. 100 ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് പെർസെൻറ്റേജ് എത്രയാ? 10. അതായത് 2 പ്രാവശ്യം ഇൻക്രീസ് ആണ് ചെയ്തത്. രണ്ടാമത് ഇൻക്രീസ് പെർസെൻറ്റേജ് 20. അപ്പൊ പുതിയ ഇൻകം ന്യൂ ഇൻകം എത്രയായിരിക്കും? ന്യൂ ഇൻകം എത്രയാണ് കൂടിയെന്ന് ചിലപ്പോൾ ചോദിക്കാൻ. ഹൗ മച്ച് ഇൻക്രീസ്ഡ്, ഇത് രണ്ടും ചോദിക്കാറുണ്ട്. ന്യൂ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ കാണണം. ഹൗ മച്ച് ഇൻക്രീസ് പറഞ്ഞാൽ എത്ര കൂടിയെന്ന് മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇത് രണ്ടും കാണും. ആദ്യം ന്യൂ ഇൻകം എത്രയാ? 100 ഇൻറ്റു എത്രയാ കൂടിയത്? നമ്മൾ കൺവെൻഷണൽ വാല്യൂ ചെയ്യുക. അതായത് സാധാ ഇക്വേഷൻ ചെയ്യുമ്പോൾ എത്രയാ കൂടിയത്? 110 കൂടി, പിന്നെ 120 കൂടി ഡിവൈഡ് ബൈ 100. ഇവിടെ ഒരു 100 ഉണ്ടാവും ഈ രണ്ടെണ്ണത്തിന്. അത് ക്യാൻസലായി. ഇത് 0 ബൈ ഇതൊരു 0 ബൈ 11 ഇൻറ്റു 12 അറിയുമ്പോൾ 11 12 121 11 ഇൻറ്റു എല്ലാം ഇങ്ങനെ ചെയ്താൽ 12 12 2 3 1 132. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക? 10 കൂടി 20 കൂടി പിന്നെ 10 20 ടോട്ടൽ 10 ഇൻറ്റു 20 ബൈ 100. അപ്പൊ എത്രയാ? 32 കൂടി. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. രണ്ടിന് ആൻസർ സെയിം ആണ് വരിക. അപ്പൊ എത്ര കൂടി? ഹൗ മച്ച് പുതിയ ഇൻകം എന്ന് പറഞ്ഞാൽ 132 ആണ്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഇൻക്രീസ് പറഞ്ഞാൽ 32% ഇൻക്രീസ് ചെയ്യും.
അല്ലെങ്കിൽ 32 കൂടി. ഇവിടെ 100 തന്നെയാണ് 32, 200 ആണെങ്കിൽ 64 ആയന്, 64 കൂടി നായന്. അപ്പോൾ മനസ്സിലായല്ലോ. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ സാലറി ഒന്ന് ഇൻക്രീസ് ചെയ്തു പിന്നെ ഡിക്രീസ് ചെയ്തു നോക്കാം. അതായത് സാലറി ഓഫ് പേഴ്സൺ ആദ്യം വന്ന് പറഞ്ഞ് 20% കൂടി, ഇൻക്രീസ്ഡ് ഫസ്റ്റ്, പിന്നെ 20% ഡിക്രീസ് ചെയ്തു. അപ്പൊ എത്രയാ വരിക? സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് 20 കൂടി മൈനസ് 20 ആണ് കുറഞ്ഞ്. അപ്പൊ ടോട്ടൽ മൈനസ് ആണല്ലോ വരിക, എ മൈനസ് ബി ആണല്ലോ വരിക. അപ്പൊ എയും ബിയും മൈനസ് വരുമ്പോൾ രണ്ടും വേറെ വേറെ വരും. അപ്പൊ എത്രയാ വരിക? 20. അപ്പൊ നേരത്തെ ഇക്വേഷൻ ചെയ്തൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. നേരത്തെ ഇക്വേഷൻ വരുമ്പോൾ രണ്ടും മൈനസ് വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. മൈനസ് എ മൈനസ് ബി പ്ലസ് മൈനസ് എ മൈനസ് ബി ഡിവൈഡ് ബൈ 100 ആണ് വരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വരും. കാരണം മൈനസ് മൈനസും പ്ലസ് ആണല്ലോ. അപ്പൊ അത് എ ബിന്ന് മാത്രമേ വരിക. അപ്പൊ ഇങ്ങനെയാണ് വരിക. മൈനസ് ഓഫ് എ മൈനസ് ബി സോറി എ പ്ലസ് ബി മൈനസ് എ ബി ബൈ 100. ഇങ്ങനെയാണ് ടോട്ടൽ വരിക കേട്ടോ. രണ്ടും മൈനസ് വരുമ്പോൾ നേരത്തെ വിട്ടുപോയതാണ്, ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ തെറ്റിക്കരുത്, ഇതൊന്ന് മാറ്റി ചെയ്യുക. അതായത് ഇവിടെ മൈനസ് ആണ് വരിക, പ്ലസ് അല്ല വരിക. ഓക്കെ. അപ്പൊ എത്രയാ വരിക? 20 മൈനസ് 20 പ്ലസ് 20 ഇൻറ്റു 20 ബൈ 100. അപ്പൊ ഈ 20 20 ക്യാൻസൽ ആയി പോയി. അപ്പൊ എത്ര ടോട്ടൽ വന്നു? 20 ഇൻറ്റു 20 4% ഡിക്രീസ് ചെയ്ത്, അല്ലെങ്കിൽ 4% രണ്ട് രീതിയിൽ ചെയ്ത്, മൈനസ് 4% അല്ല 4% ഡിക്രീസ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര പുതിയത് വരിക? 96%. ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇനി ആദ്യം ഡിക്രീസും പിന്നെ ഇൻക്രീസും ആണെങ്കിൽ എന്താ വ്യത്യാസം ഉണ്ടോ? ആദ്യം ഡിക്രീസും പിന്നെ ഇൻക്രീസ് ആണെങ്കിൽ എന്താ വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ നോക്കാം. മൈനസ് 20 പ്ലസ് 20 പ്ലസും മൈനസും അല്ലേ വരിക. അപ്പൊ മൈനസ് 4 ഇവിടെ വന്ന് നേരത്തെ ചെയ്താൽ 4 ആണല്ലോ വരിക. അപ്പൊ മൈനസ് 20 പ്ലസ് 20 മൈനസ് 20. അപ്പോൾ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ -4 തന്നെയാണ്, പെർസെൻറ്റേജ് തന്നെയാണ് വരിക. അപ്പം ഈ ഓർഡറിൽ വ്യത്യാസമില്ല. ഇനിയിപ്പോൾ വാല്യൂ വ്യത്യാസം വന്നാൽ നോക്കാം. ഇത് ഒരേ വാല്യൂ ആയതുകൊണ്ടല്ലേ. ഇനി വാല്യൂ വ്യത്യാസം ഉള്ളത് നോക്കി നോക്കാം. ഏതാണ്? അപ്പോ 25 ഇൻക്രീസ് ചെയ്ത് 25 ഇൻക്രീസ് ചെയ്ത് 20 ഡിക്രീസ് ചെയ്ത് നോക്കാം. വാല്യൂ സെയിം ആണെങ്കിൽ വ്യത്യാസമില്ല, പക്ഷെ വാല്യൂ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെ വെച്ചാൽ ഇവിടെ 25 എ, ഇവിടെ മൈനസ് ആണ്, ഡിക്രീസ് ആണ്. അപ്പൊ 20 ഇവിടെ എത്ര വരിക? മൈനസ് എ ഇൻറ്റു ബി, 25 ഇൻറ്റു 20/100. അത് ചെയ്യുമ്പോൾ 1/4 വരും, 5 വരും. അപ്പൊ എത്ര വരിക? 25 മൈനസ് 20 മൈനസ് 5. അപ്പൊ എത്ര? 0 വരും. പക്ഷേ ഇവിടെ സാലറി ആദ്യം നമുക്ക് ഇതിപ്പോ 0 കിട്ടിയല്ലോ. ആദ്യം ഇൻക്രീസും പിന്നെ ഡിക്രീസും വരുമ്പോൾ 0 കിട്ടി. നമ്മൾ ഇനി ആദ്യം ഡിക്രീസ് ചെയ്ത് പിന്നെ ഇൻക്രീസ് ചെയ്യും. ഇവിടെ വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പൊ 25% ആദ്യം കുറഞ്ഞു. അപ്പൊ 25% കുറഞ്ഞ് പിന്നെന്താ? 20% കൂടി. 25 ഇൻറ്റു 20/100. ഇവിടെ വരുമ്പോൾ -5 വരും, -5. അപ്പോൾ -10 വരും. ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എന്താ? 20 ആദ്യം ഇൻക്രീസ് ചെയ്ത് 25 പിന്നെ ഡിക്രീസ് ചെയ്ത്, പെർസെൻറ്റേജ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ? 20 ആദ്യം ഇൻക്രീസ് ചെയ്ത് 25 ഡിക്രീസ് ചെയ്ത് പിന്നെ ഒരു 5 വരും. അപ്പൊ എത്രയാ? -5 -5. അപ്പൊ അത് ആദ്യം ഡിക്രീസ് ചെയ്തോ ഇൻക്രീസ് ചെയ്തോ എന്നല്ല വാല്യൂന്റെ പ്രശ്നം. ഏത് വാല്യൂ ആണ് ഡിക്രീസ് ചെയ്ത്, ഏത് വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്തതെന്ന്. അതായത് ഫസ്റ്റ് ഏത് ചെയ്യണമെന്നില്ല, നമുക്ക് ഏത് വേണം ചെയ്യാം. കാരണം ഇതെന്താ വരിക? ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ 100 ഇൻറ്റു ആദ്യം 20 ഇൻക്രീസ് ചെയ്ത് പിന്നെ 20 ഡിക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ
ഇങ്ങനെയാണ് വരിക. അപ്പൊ ആദ്യം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ വാല്യൂവിന് ഇവിടെ പ്രാധാന്യമുണ്ട്. അപ്പൊ എത്ര പെർസെന്റേജ് ആ കുറയുന്നത്, എത്ര പെർസെന്റേജ് ആ കൂടുന്നു എന്നുള്ള വ്യത്യാസം വന്നാൽ വാല്യൂ മാറും. ഇനി വേറെ നോക്കാം. ഏതാ? ഇൻക്രീസ്ഡ് ദെൻ ബൈ 10, അതായത് ഇൻക്രീസ്ഡ് ബൈ 10 ദെൻ ഡിക്രീസ്ഡ് ബൈ 10 പെർസെന്റേജ് ആണ് കേട്ടോ. ആദ്യം ഇൻക്രീസ്ഡ് ബൈ 10, ഡിക്രീസ്ഡ് ബൈ 10. അപ്പൊ എങ്ങനെയാ? കൺവെൻഷണൽ വേ ആകുമ്പോൾ 100 × 110 × 110 ഡിവൈഡ് ബൈ 110 അല്ലല്ലോ, 90 അല്ലേ വരാം, ഡിക്രീസ് അല്ലേ. 90 ഡിവൈഡ് ബൈ 100 ഡിവൈഡ് ബൈ 100 പെർസെന്റേജിലേക്ക് ആക്കുമ്പോൾ, സോറി ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ ഒരു ക്യാൻസൽ ആയി പോയി, ഒരു പൂജ്യം മടിയും പോയി. 11 × 9 എത്രയാ? 99. അപ്പൊ ടോട്ടൽ എത്രയാ? 1% കുറഞ്ഞു. അല്ലെങ്കിൽ ന്യൂ പെർസെന്റേജ് ആണ് 99% ആണ്. അപ്പൊ അതിൽ സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇത് പെർസെന്റേജിന്റെ വെച്ചിട്ടുള്ള തന്നെ ഇതിലും വരുന്നു. പ്രൈസ്, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ നോക്കാം. അതിൽ ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം. ഫസ്റ്റത്തെ മോഡല് പറഞ്ഞാല് ഇവിടെ പ്രൈസ് പെർസെന്റേജ് ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പോ ഹൗ മച്ച് കൺസപ്ഷൻ ഡിക്രീസ്, അതാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് കൺസപ്ഷൻ ഡിക്രീസ്, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കുക, എത്രയാണ് കുറഞ്ഞെന്നാണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെ വരുമ്പോ നമുക്കൊരു ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കാം. എന്താ? നമ്മളിപ്പോ ഒരു പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ നോക്കാം. അപ്പൊ ഒരാള് ഷോപ്പിൽ പോയിട്ട് അരി വാങ്ങാൻ പോയി വിചാരിച്ചോ. ഒരു മാസത്തേക്കുള്ള, അല്ലെങ്കിൽ അരിയല്ല, ചായപ്പൊടി പഞ്ചസാര വാങ്ങാൻ പോയി വിചാരിച്ചോ. അപ്പൊ ഒരു മാസത്തേക്കുള്ള പഞ്ചസാര പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് 5 കിലോ വേണം. കുറെ ആൾക്കാരുടെ വീടാണ്, 5 കിലോ വേണം. അപ്പൊ 5 കിലോ വേണം എന്നുള്ള കൺസപ്ഷനാണ്. 5 കിലോന് 40 രൂപ, 50 രൂപ പഞ്ചസാര എന്ന് വിചാരിച്ചോ. അപ്പൊ 50 രൂപയാണ് പഞ്ചസാര 5 കിലോ. അപ്പൊ ടോട്ടല് എത്ര എക്സ്പെൻഡിച്ചർ വന്നു? 250 വന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം പോയപ്പോ നമ്മൾ 250 രൂപയായിട്ടാ പോയി. പക്ഷെ ഷോപ്പിൽ എന്തോ ഒരു വ്യത്യാസം വന്ന്, പഞ്ചസാരക്ക് വ്യത്യാസം വന്ന് 60 രൂപയായി. പക്ഷെ നമ്മൾ 250 രൂപയേ ഉള്ളൂ. 60 വേണ്ട, 75 കൊടുക്കാം. 75 അല്ലേ വേണ്ട, പുതിയ വാല്യൂ പറഞ്ഞാല് 25 രൂപയായി. അതായത് ഓഫർ വന്ന് പകുതി പൈസ പറഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോ പുതിയ കൺസപ്ഷൻ എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മോഡലിൽ പറഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള സംഖ്യ, വീട്ടിൽ നിന്ന് തരുന്ന സംഖ്യ, പ്രൈസ്, അതായത് നമ്മുടെ ഉള്ള ബഡ്ജറ്റ് സെയിം ആയിരിക്കും. അതായത് ബഡ്ജറ്റ് സെയിം ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്കിത് എന്താ ചെയ്യാ? ശരിക്കും എങ്ങനെ ചെയ്യേണ്ട വെച്ചാല് 50 × 5 ഈക്വൽ ടു 25 × x വരും. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി 25 ഇപ്പുറത്ത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ അത് ക്യാൻസലായി 2 വരും. 2 × 5 10 കിലോ ആണ് കൺസപ്ഷൻ പുതിയ വരിക. ഇനി ഇത് വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മുടെ പെർസെന്റേജ് ഇൻക്രീസ് ആണല്ലോ പറഞ്ഞത്. A/100 പ്ലസ് A × 100 ചെയ്താല് എത്ര പെർസെന്റേജ് ആണ് കൺസപ്ഷൻ ഡിക്രീസ് ആയെന്ന് കാണാൻ പറ്റും. ഇവിടെ പ്രൈസ് ഞാൻ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് 10 ആയിരുന്നു കേട്ടോ. അപ്പൊ എത്ര പെർസെന്റേജ് ആണ് കൺസപ്ഷൻ ഡിക്രീസ് ആയെന്ന് കാണാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. ഇവിടെ നമ്മുടെ എക്സ്പെൻഡിച്ചർ സെയിം ആണ്. ഇത് വെച്ച് 2 ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ അപ്പം പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം.
20% increase in price. How much consumption decrease? അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചർ സെയിം ആണ്. അതായത് മെയിൻറ്റെയിൻ എക്സ്പെൻഡിച്ചർ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ വരുമ്പോ നമ്മളോട് 20% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞു പ്രൈസ്. അപ്പൊ കൺസപ്ഷൻ എത്ര ഡിക്രീസ് ആയി? മെയിൻറ്റെയിൻ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ നേരെ ഇക്വേഷനിൽ കൊടുക്കുക. എന്തായിരുന്നു ഇക്വേഷൻ? എത്ര പെർസെൻറ്റേജാണ് ഇക്വേഷൻ ഒന്നുകൂടി ചെയ്താൽ A/100 + A × 100 ചെയ്താൽ ആൻസർ കിട്ടി. അപ്പൊ A എത്രയാ? 20% ഇൻക്രീസ് ആയി. ഡിവൈഡ് ബൈ A + 100 + A. 100 + A എന്ന് പറയുമ്പോൾ 120 × 100. അപ്പൊ ഇത് ചെയ്താൽ എത്ര കിട്ടുക? 6 കിട്ടും. 100/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 100/6 എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ 100/6. 100/6 50/3 അത് 16.666 അല്ലെങ്കിൽ 16/2/3. ഇതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇക്വേഷൻ കൊടുക്കുന്നതിന് കാര്യം മനസ്സിലായാലും നമുക്ക് വേറൊരു വാല്യൂ തരില്ല, ഈ പെർസെന്റേജ് ഇൻക്രീസ് മാത്രമേ തരുള്ളൂ. നേരത്തെ നമുക്ക് എത്ര കിലോ തന്നതിന് അങ്ങനെയൊക്കെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇനി അടുത്ത് ഇതേ സാധനം നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യാം. പ്രൈസ് ഇൻറ്റു P1 ഇൻറ്റു കൺസപ്ഷൻ 1 ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു P2 ഇൻറ്റു കൺസപ്ഷൻ 2. അപ്പൊ P1 ഇൻറ്റു കൺസപ്ഷൻ 1 വെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ പ്രൈസ് ഫസ്റ്റത്തെ 100 ആണ്. എത്രയാ? 120 ആയി. ഇവിടെ കൺസപ്ഷൻ എത്രയാ? 1 ആണെന്ന് കൊടുക്കുക. എക്സ്പെൻഡിച്ചർ എക്സും കൊടുക്കുക. ഇങ്ങനെ വെച്ചാൽ നമുക്ക് വാല്യൂ കിട്ടും. x/100 ചെയ്യാം. അപ്പൊ 100/120 ഇത്രയും പെർസെന്റേജ് എത്രയും കാണാൻ വേണ്ടി 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എക്സ് എത്രയാ വരിക? നമ്മൾ നേരത്തെ ചെയ്താണ് 100/120 വരും. 100/120 പറയുന്നത് 5 6. അപ്പൊ 5/6 ഉണ്ടല്ലോ. 5/6ന്റെ വാല്യൂ എത്രയാ? നമ്മൾ നേരത്തെ ചെയ്താണ് 1/6 പറഞ്ഞാല് 1/6 പറഞ്ഞാൽ 16.66 അല്ലെങ്കിൽ 16/2/3. അപ്പൊ 5/6 പറഞ്ഞാല് 100ൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. 100 മൈനസ് 16.66 എത്ര വരിക? അപ്പോൾ 100ന്ന് 16 പോയാല് 100ന്ന് 10 പോയാൽ 90, 90ന്ന് 6 പോയാൽ 84, 84ഉം 83 നമുക്ക് കിട്ടിയത് 83 സംതിങ് ആണ് വരിക. 83.33 സംതിങ് ആണ് വരിക. അപ്പൊ ഇതാണ് ഇത് ചെയ്താൽ കിട്ടുക. 5/6 പറയുമ്പോൾ ഇൻറ്റു 100 ചെയ്താൽ 83.333%. അപ്പൊ എത്ര കുറഞ്ഞതാണ് നമ്മളോട് ചോദിച്ച്. അപ്പൊ ഇത് നമ്മൾ വെച്ചിട്ട് 100ന്ന് മൈനസ് ചെയ്യണം. 100 മൈനസ് 83.33 ചെയ്തിട്ട് ആൻസർ ഒക്കെ ചെയ്യണം. അപ്പൊ ഇതിനെക്കാട്ടും എത്രയോ സിമ്പിൾ ആണ് നമ്മളെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇക്വേഷൻ എന്താ? A/100 + A into 100 equal to percentage increase in consumption. Percentage decrease in consumption. ഈ ഫസ്റ്റത്തെ കഴിഞ്ഞല്ലോ. ഇനി സെക്കൻഡ് നോക്കാം. ഫസ്റ്റത്തെ ഓർമ്മ ഉണ്ടല്ലോ. ഇനി സെക്കൻഡ് മോഡൽ നോക്കി നോക്കാം. സെക്കൻഡ് മോഡൽ എന്താ? ഇവിടെ പ്രൈസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. നേരത്തെ പ്രൈസ് ഇൻക്രീസ് അല്ലേ? ഇവിടെ പ്രൈസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. A%. അപ്പൊ കൺസപ്ഷൻ എത്രയാണ് ഇൻക്രീസ് ചെയ്യുക? കൺസപ്ഷൻ എത്രയാണ് ഇൻക്രീസ് ചെയ്യുക? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ല പഞ്ചസാരയ്ക്ക് 50-25 ആയി. അപ്പൊ കൺസപ്ഷൻ 5 കിലോന്ന് 10 കിലോ ആയി.
എക്സ്പെൻഡിച്ചർ സെയിം ആണ്. അപ്പോൾ കൺസപ്ഷൻ ഇൻക്രീസ് ആവുന്ന എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ ചെയ്യാം. നേരത്തെ ചെയ്ത തന്നെ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ A/100 ആയിരുന്നു, ഇവിടെ 100 ആണ്. 100 - A × 100 ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ മനസ്സിലായാലും എത്ര പെർസെൻറ്റേജ് കൺസപ്ഷൻ ഡിക്രീസ് ആയെന്ന് ചോദിച്ചാൽ, A/100 - A/100. ഓക്കെ. അപ്പോൾ ഇതിന് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ 20% ഡിക്രീസ് ഇൻ പ്രൈസ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ്, ഹൗ മച്ച് ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ ടു മെയിൻറ്റെയിൻ എക്സ്പെൻഡിച്ചർ. അതായത് വീട്ടിൽ നിന്ന് പറഞ്ഞത് എന്താ, ഫുള്ളായിട്ട് പൈസ ഫുള്ളിന്, അതായത് 100 രൂപ തന്നാൽ 100 രൂപയ്ക്ക് ഫുള്ള് സാധനം വാങ്ങി വരാനാണ് പറഞ്ഞത് വിചാരിച്ചു. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഫുള്ള് തീർക്കണം. അതായത് ആവശ്യമുള്ള വാങ്ങി പോവല്ല ചെയ്യുന്നത് ഇവിടെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര വരുന്നത്, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 20% ആണ് ഡിക്രീസ് ചെയ്ത്. അപ്പോൾ 20 പറഞ്ഞാൽ 20/100 20 പോയ 80 × 100 വരും. അപ്പോൾ 20/2/8 പറഞ്ഞാൽ 1/4 ആണ്. 1/4 വരും. 1/4 എന്ന് പറഞ്ഞാൽ 25%. എന്ത് വരും, 25% ഇൻക്രീസ് വരും. അപ്പോൾ എത്ര, 20% ഡിക്രീസ് വന്നപ്പോൾ 25% ആണ് ഇൻക്രീസ് വന്നത്. എന്തില്, കൺസപ്ഷനിൽ. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 25% ആണ് കുറഞ്ഞെന്ന് വിചാരിക്കാം പ്രൈസ്. അപ്പോൾ കൺസപ്ഷൻ എത്രയും കൂടി ഉണ്ടാവുക, 25/125 × 100. സോറി, 125 അല്ലല്ലോ, 75 അല്ല, മൈനസ് അല്ലേ, 75 × 100 വരും. എത്രയാ, 1/3 വരും. 33.333% എന്തായി, കൂടി. എന്ത്, കൺസപ്ഷൻ. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം. ഇവിടെ രണ്ടും പറഞ്ഞു, ഇവിടെ ഒന്ന് പ്രൈസ് കൂടി, ഒന്ന് പ്രൈസ് കുറഞ്ഞു. മൂന്നാമത്തെ എന്താ വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ആയി. എത്രയാ, X% ഇൻക്രീസ് ആയി. പക്ഷെ ഇവിടെ എക്സ്പെൻഡിച്ചർ സെയിം അല്ല. എക്സ്പെൻഡിച്ചർ ക്യാൻ ഇൻക്രീസ് ബൈ Y%. അതായത് നമ്മുടെ ഇപ്പൊ 100 രൂപയാണ് വീട്ടിൽ നിന്ന് തന്നേച്ചാൽ, പക്ഷെ ഈ പ്രാവശ്യം എക്സ്പെൻഡിച്ചർ കൂടിയാലും പ്രശ്നമല്ല. എന്താ, സെയിം ക്വാണ്ടിറ്റി 5 കിലോ പഞ്ചസാര വാങ്ങാൻ പറഞ്ഞാൽ 5 കിലോ പഞ്ചസാര വാങ്ങി വരണം. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്, എക്സ്ട്രാ ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കൺസപ്ഷൻ വരികയെന്ന് വെച്ച്. അപ്പൊ 5 കിലോ എന്നുള്ള പെർഫെക്റ്റ് ആയിട്ടല്ല, നമ്മളോട് തന്ന പൈസക്ക് ഇത്ര പെർസെൻറ്റേജും കൂടി കൂട്ടാൻ വേണമെങ്കിൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ, അല്ല ആദ്യം ഇതിന്റെ ഇക്വേഷൻ നോക്കി നോക്കാം. ഇതിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെ വെച്ചാൽ, പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ, ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത്, അപ്പോൾ കൺസപ്ഷൻ ഡിക്രീസ് ചെയ്യും. പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ പെർസെൻറ്റേജ് ഡിക്രീസ് എത്രയാ, X - Y/100 + X × 100. നേരത്തെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതേ സാധനങ്ങളാണ് ഇതും. പക്ഷെ ഇവിടെ മാത്രം നമ്മളൊരു -Y വരും. കാരണം ഇവിടെ നമ്മളെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും Y%. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ചേക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കി വെക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 25% ഇൻക്രീസ് ഇൻ പ്രൈസ്. ഓക്കെ, ക്യാൻ ഇൻക്രീസ് എക്സ്പെൻഡിച്ചർ ബൈ എത്രയാ, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഒരു 50% കൊടുക്കാം. അതായത് ഈ ഇത്രയും പെർസെൻറ്റേജ് കൂട്ടിയപ്പോൾ എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ 15% കൂട്ടാം. അതായത് പ്രൈസ് 25% കൂടി, നമ്മുടെ കയ്യിൽ എക്സ്പെൻഡിച്ചർ എത്ര വെച്ചാൽ അതിന് ഒരു 15% കൂടി കൂട്ടാൻ വേണമെങ്കിൽ. അങ്ങനെ പറയുമ്പോൾ കൺസപ്ഷൻ എത്രയായിരിക്കും ഡിക്രീസ് ചെയ്യുക. പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ കൺസപ്ഷൻ അത് നോക്കാം. പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ കൺസപ്ഷൻ എത്രയാ, ഇവിടെ വരുന്ന വാല്യൂ വെച്ച് നോക്കാം. X - Y/100 + X × 100. അപ്പൊ
അപ്പൊ ഇതിൽ എക്സിന് വൈന് വാല്യൂ എത്ര? എക്സ് 25, വൈ 15. അപ്പൊ 25 മൈനസ് 15 ഡിവൈഡ് ബൈ 100 പ്ലസ് 25 ഇൻറ്റു 100 എത്രയാ? 25 15 പോയാൽ 10 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100. ഈ 125 100 വേണേ ക്യാൻസൽ ചെയ്യുക. 5 4 10 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. 2 × 4 8% ഡിക്രീസ് ഇൻ കൺസപ്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ പ്രൈസ് കൂടി എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ 15% കൂട്ടാം. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കി വെച്ചാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മൾ സാധാരണ വേ എങ്ങനെ ചെയ്യാറിയോ? അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാന്ന് കൂടി നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 25% പ്രൈസ് ഇൻക്രീസ് ആയി എത്രയാ? 15% വേണമെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ? പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഇതാണ് ബേസ് ഇക്വേഷൻ. അപ്പൊ ഇത് വരുമ്പോൾ 100 ആണ് ആദ്യത്തെ പ്രൈസ് എങ്കിൽ കൺസപ്ഷൻ വേണമെങ്കിൽ 1 കൊടുക്കാം. അപ്പൊ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 100. കാരണം 100 × 1 100. ഇനി അടുത്ത എന്താ പറഞ്ഞ? ഈ 100 എന്ന് പറയുന്നത് 25% കൂടി 125 ആയി. കൺസപ്ഷൻ നമുക്ക് അറിയില്ല. എക്സ്പെൻഡിച്ചർ എത്രയാ? 100 എന്ന് പറയുന്നത് 115% ആക്കാം. നേരത്തെ 100 100 115% ആക്കാം. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോ എക്സിന്റെ വാല്യൂ എങ്ങനെ കാണുക? അപ്പൊ നേരെ മൈനസ് ചെയ്താൽ മതി. എത്രയാ വരിക? 115. സോറി, അപ്പൊ ഇങ്ങനെ ചെയ്യാം. 1 മൈനസ് 115 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100 ഓൾ ഡിവൈഡ് ബൈ 1. എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടിയാണ്. എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ ഈ 1 വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര വരിക? 1 മൈനസ് 115 എത്ര വരിക? 115 1 മൈനസ് വരുമ്പോൾ വേണമെങ്കിൽ ഇതിൽ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. 125 മൈനസ് 115 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 125. ഇങ്ങനെ വരുമ്പോൾ 125 115 മൈനസ് ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ 125 മെത്തേഡിൽ ചെറിയ വ്യത്യാസം നോക്കട്ടെ. ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എങ്കിലും പ്രശ്നമില്ല. ഇപ്പൊ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചെയ്ത് റെഡിയാണ്. നമ്മള് കാൽക്കുലേഷൻ തെറ്റിപ്പോയത്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? അപ്പോൾ ഇതിൽ 115 ഡിവൈഡ് ബൈ 125 ആണ് എക്സ് വരിക, എക്സിന്റെ വാല്യൂ. കാരണം എക്സ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 125 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 125 അറിയുന്ന ഡിവിഷൻ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇത് പെർസെന്റേജിലാക്കണം. ഇൻറ്റു 100 ചെയ്യാം. 100 ചെയ്യുമ്പോൾ 5 4 പ്രാവശ്യം പോവും. 115 5 എത്ര പ്രാവശ്യം പോവും? 2 പിന്നെ 15 3 23. അപ്പൊ 23 × 4 വരും. 4 × 3 പറഞ്ഞാല് 12. ബാക്കി 1 4 × 2 8 9 92%. അപ്പൊ എത്ര പെർസെന്റേജ് ഡിക്രീസ് ആയി? ഇത് പുതിയ പെർസെന്റേജ് ആണ് എക്സിന്റെ. അപ്പൊ എത്ര പെർസെന്റേജ് ഡിക്രീസ് ചെയ്ത്? 100 മൈനസ് 92 പറഞ്ഞാല് 8% ഡിക്രീസ് ആയി. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന നേരം വ്യത്യാസം എന്താ വെച്ചാൽ സമയം കുറെ പോവും. അപ്പൊ അതിന് പകരം നേരെ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. പ്രൈസ് 40 30 റുപ്പീസ് പെർ കിലോഗ്രാം. അതെ, 40 രൂപയാണ് പ്രൈസ്, അത് 30 രൂപയായി. അപ്പോൾ കൺസപ്ഷൻ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം പ്രൈസ് ചെയ്ത പ്രൈസ് എത്രയാ? 40 ആണ്, പുതിയത് 30 അപ്പോൾ എക്സ്പെൻഡിച്ചർ കൺസപ്ഷൻ എത്രയായിരിക്കും? ഇവിടെ എക്സ്പെൻഡിച്ചർ സെയിം ആണ്. അതായത് P1 × C1 ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു P2 × C2.
പ്രൈസും കൺസപ്ഷൻ ഈക്വൽ ടു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യാണ് ചെയ്യുക. അതായത് 40 × 30 30 × 40 ഒന്നാണ്. അപ്പൊ 40 × 30 വരും, 30 × 40 വരും. ഇത് P1ഉം P2ഉം C1ഉം അല്ല P1ഉം C1ഉം ഇത് P2ഉം C2ഉം. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ 40 30 ആയപ്പോ പുതിയ കൺസപ്ഷൻ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തെന്നാ ചോദിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. P1 C1 എന്നൊക്കെ വെച്ച് വരുമ്പോ P1 by C1 by C2 ഈക്വൽ ടു P1 by P2 ഈക്വൽ ടു 40/30. അപ്പൊ നമ്മളോട് എത്ര ചോദിച്ച്? C1 കൺസപ്ഷൻ എത്ര ഇൻക്രീസ് ആയെന്ന് ചോദിച്ചു. അപ്പൊ C1 by C2 എത്രയാ? അവിടെ നോക്കാം, അത് ക്യാൻസൽ ചെയ്യാൻ 4/3 ആയി. അപ്പൊ C1 by C2 എന്ന് പറഞ്ഞ എത്രയാ? 4/3. അപ്പൊ എത്രയാ കൂടി? C1 C2 കൺസപ്ഷൻ ഇൻക്രീസ്. C2 by C1 അല്ലേ വരാം. C2 by C1 വരാം കേട്ടോ. അപ്പോഴാണ് ഇവിടെ P1 by P2 വരുള്ളൂ. അപ്പൊ C2 by C1 ഈക്വൽ ടു 4/3. അപ്പോൾ ഇവിടെ 1 ആണ് കൂടി, പ്ലസ് 1 ആണ്. അപ്പൊ എത്ര പെർസെന്റേജാ കൂടി? 1/3 × 100. അപ്പൊ എത്രയാ? 33. 1/3 ആണ് കൂടിയത് പെർസെന്റേജ്. അപ്പൊ എങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? 66 2/3% ഇൻകം ആണ്. അപ്പോ സെയിം. അപ്പൊ ഈ മാസം സേവ് ചെയ്യുന്ന എത്രയാ? 1200 ആണ് സേവ് ചെയ്യുന്നത്. അപ്പോ മന്ത്ലി എക്സ്പെൻസ് ആണ് ചോദിച്ചത്, എക്സ്പെൻഡിച്ചർ. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താ? 1200 സേവ് ചെയ്യണം. ഇൻകം 66 2/3 ആയി. അങ്ങനെ 66 2/3 എന്ന് പറയുമ്പോ എത്ര കുറഞ്ഞു? ശരിക്കും 33 1/3 ആണ് കുറഞ്ഞ്. അപ്പോ x × 1/3 എന്ന് പറയുന്നത് 33 1/3 ആണ്, 1/3 ആണല്ലോ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോ, ഈക്വൽ ടു 1200 ആണ്. അങ്ങനെ പറയുമ്പോ എക്സിന്റെ വാല്യൂ എത്രയാ? 1200 × 3 3600. അപ്പൊ നമ്മുടെ എത്രയാണ് നമ്മുടെ സാലറിന്ന് കിട്ടി? സാലറി കിട്ടി. അപ്പൊ എക്സ്പെൻഡിച്ചർ എത്രയാ? ഇതിന്റെ 2/3 ആണ്. അപ്പൊ 36,000 ഡിവൈഡ് ബൈ ഇൻറ്റു 66.2/3. ഈ 66 2/3 പെർസെന്റേജ് ആണ് എത്രയാ? 36,000 36,000 ഇൻറ്റു 3600 ഇൻറ്റു 2/3. അപ്പൊ 3 ഇത് ക്യാൻസൽ ആയി പോകും. 3 എത്ര പ്രാവശ്യം പോവും? 1 2 0 0. അപ്പൊ എത്രയാ? 1200 ഇൻറ്റു 2 2400. ഇതാണ് മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് വരിക. കാരണം 1200 സേവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻകം ഓഫ് സി ഈസ് 20% മോർ than B and income of B is 25% more than A. How much percentage
സി മോർ ദാൻ എ, ഇൻകം ഓഫ് സി മോർ ദാൻ ഇൻകം ഓഫ് എ. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താ, എ എന്ന് പറയുന്നത് എന്റെ ഇൻകത്തിനേക്കാൾ 25% ബി കൂടുതലായിരിക്കും, ബിന്റെ ഇൻകത്തിനായിട്ട് 20% സി കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെയാ തന്ന്? അപ്പൊ നമുക്ക് ഇവിടെ എന്റെ ആണ് ആദ്യം തരുന്നത്. എ ഈക്വൽ ടു 100 ആണെങ്കിൽ ബിന്റെ എത്രയായിരിക്കും? 125 ആയിരിക്കും. കാരണം ബിന്റെ 125% കൂടുതലായിരിക്കും. അപ്പൊ സിന്റെ എത്രയാ? 125ന്റെ 20% കൂടി കൂടുതലായിരിക്കും. 120/100 എത്രയാ? 5, 4. 124 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 30. അപ്പൊ 5 × 30, 5 × 3 എത്രയാ? 15. അപ്പൊ 150%. അപ്പൊ എത്രയാണ് കൂടുതൽ? 50% ആണ് കൂടുതൽ. ഇവിടെ 100 ആണ്, ഇവിടെ 150 ആണ്. അപ്പൊ പ്ലസ് 50% ആണ് കൂടുതൽ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സെയിം അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ്. എ എക്സീഡ് ബൈ ബി ബൈ 40%. ഇത് ലാംഗ്വേജ് നോക്കണം. ബി ഈസ് ലെസ് ദാൻ സി ബൈ 20%. അപ്പോൾ എ ഈസ് സി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷനിലുള്ള എങ്ങനെയാ വെച്ചാൽ 28, 25, 25, 28, 5, 4, 4, 5. ഇതാണ് ഓപ്ഷനിലുള്ള റേഷ്യോസ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞതെന്ന് ഏതാണ് 100 എടുക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നോക്കണ്ടത് ബി ഈസ് ലെസ് ദാൻ സി ബൈ 20%. അപ്പോൾ സി ആണ് ലാസ്റ്റ് പറഞ്ഞത്. സിന്റെ 20% കുറവാണ് ബി. എ ഈസ് എക്സീഡ് ബി ബൈ, അപ്പൊ ബി എ എന്ന് പറയുന്നത് ബിനെക്കാട്ടും 40% കൂടുതലാണ്. അപ്പൊ സി എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് എത്രയാ? 100 എടുക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എത്രയാ? 20 കുറവായിരിക്കും. അപ്പൊ 80 എന്ന്. ഇനി ബി എന്ന് പറഞ്ഞാൽ എയിലേക്ക് പോകുന്നത് എത്രയാ? 80 × 140. കാരണം 40% കൂടുതലാണല്ലോ. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാ വരിക? 4 വന്നാൽ 5 വരും. 8/10 പറയുമ്പോൾ 4/5 വരും. 5 140 എത്ര പ്രാവശ്യം പോകും? 10 2 പ്രാവശ്യം പോകും. പിന്നെ 40 8 പ്രാവശ്യം പോകും. 28 പ്രാവശ്യം പോകും. അപ്പോൾ 28 × 4 വരും. 4 × 8 കാരണം 32, 2 3. 4 × 2 ആണ് 8, 9 10 11, 112. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് കൂടി? 12% കൂടി. 12% കൂടി എ എന്ന് സി എന്ന് എയിലേക്ക്. അപ്പോൾ എയും സിയും തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? എയും സിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചത്. എ സി 100, 112, 50, 112ന്റെ പകുതി 56, 56. അപ്പോൾ 25, 28. അപ്പോൾ എ എസ് ടു സിന്റെ റേഷ്യോ എത്ര? 25, 28. സോറി, തിരിച്ചാണല്ലോ അല്ലേ. സി എസ് ടു എ ആണ് ബ്ലേഡ്. അപ്പോൾ എ എസ് ടു സി എത്രയായിരിക്കും? 28, 25. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. 70% ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ്. ദ നമ്പർ ഓഫ് ബോയ്സ് ആർ 510. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ വന്ന 1700, 1800, 1500, 2000 ഇതൊക്കെയാണ് ഓപ്ഷൻ വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളോട് പറഞ്ഞെന്താ? 70% ഗേൾസ് ആണെങ്കിൽ ബാക്കി എത്ര പെർസെന്റേജ് ഉണ്ടാവും? 30%. ഈ 30% ആരാ? ബോയ്സ് ആണ്. ബോയ്സിന്റെ വാല്യൂ എത്രയാ തന്ന്? 510. ഈ 30% 510 ആണെങ്കിൽ എക്സ് പറഞ്ഞാണ് ടോട്ടൽ എങ്കിൽ എക്സ് × 30/100 ചെയ്താലാണല്ലോ 510 കിട്ടുക അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരിക? അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരിക? എക്സിന്റെ വാല്യൂ പറഞ്ഞാല് 510 × 100
ഡിവൈഡ് ബൈ 30. ഇനി 30 വെച്ച് ചെയ്യുകയാണെങ്കിൽ 3 പോവും. 51-ൽ 3 ചെയ്ത് എത്രയാ 17 കിട്ടും. അപ്പൊ ആൻസർ എത്രയാ 1700. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ചോദിച്ചെങ്കിൽ 1700. ഇനി വേണമെങ്കിൽ ഇതാണ് ആൻസർ വരിക. അപ്പോൾ 1700. ഇനി ബാക്കി ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ വരിക? 1700 ഗേൾസിന്റെ നമ്പർ ചോദിച്ചാൽ 1700 മൈനസ് 510 ചെയ്താൽ മതി. കാരണം 510 ബോയ്സ് ആണല്ലോ. അല്ലെങ്കിൽ 1700-ന്റെ 70% എടുത്താൽ മതി. ഇവിടെ മൈനസ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ 0 വരും. 6 10 10 1 പോയാൽ 9, 6 5 പോയാൽ 1, പിന്നെ 1. അപ്പോൾ 1190 ഗേൾസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ലാംഗ്വേജ് മനസ്സിലാക്കി ചെയ്യാം. ഇത് മലയാളത്തിൽ നോക്കാം, പക്ഷെ ഇംഗ്ലീഷിലാണ് തെറ്റാതൊക്കെ. മലയാളത്തിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. റെയിൽവേന്റെ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് വരാൻ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന്റെ തർജ്ജമയാണ് മലയാളമൊക്കെ ആയിട്ട് വരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60% സ്റ്റുഡൻസ് ആർ ബോയ്സ്. നേരത്തെ ഗേൾസ് ആയിരുന്നല്ലോ, ബോയ്സ്. ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 972. അപ്പം ബോയ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 60% ബോയ്സ് പറഞ്ഞാൽ ബാക്കി എത്രയാ 40% ആണ് ഗേൾസ് ഉള്ളത്. അത് എത്രയാ 972. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് ആണ് ഇതിൽ ചോദിച്ചത്. നേരത്തെ ടോട്ടൽ നമ്പർ ഓഫ് ആണ് ചോദിച്ചെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് ആണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോ എത്രയാ 40 എക്സ് എന്ന ടോട്ടൽ എടുക്കുകയാണ്. 40 × x/100 ചെയ്താലാണ് എത്ര കിട്ടുക 972 കിട്ടുക. നമ്മളോട് എന്താ ചോദിച്ചത്? ബോയ്സിന്റെ നമ്പർ എത്രയാന്നാ ചോദിച്ചത്. അപ്പോ ഈ സംഖ്യന്റെ എക്സിനെ നമ്മള് 60 കൊണ്ട്, അതായത് എക്സിന്റെ എക്സ് എത്രയാണെന്ന് ആദ്യം നോക്കാം. എക്സ് എത്രയാ 972 × 100 ഡിവൈഡ് ബൈ 40 വരും. ഇനി നമ്മളോട് എന്താ ചോദിച്ച്? നമ്മളോട് ചോദിച്ച് 972 എന്ന് പറഞ്ഞാണ്, സോറി, നമ്മളോട് ചോദിച്ച ബോയ്സിന്റെ എണ്ണാണ്. ബോയ്സിന്റെ എണ്ണം എത്രയാ 60% ആണ് ബോയ്സ്. അല്ലെങ്കിൽ നമുക്ക് പെർസെന്റേജ് എടുക്കാതെ മൈനസ് ചെയ്തും ചെയ്യാം. അതിപ്പോൾ ടോട്ടലിൽ കാണുന്നില്ല, അല്ലാതെ തന്നെ ചെയ്യാം. എക്സ് × 60/100 ചെയ്താൽ ബോയ്സിന്റെ നമ്പർ കിട്ടും. എക്സിന്റെ വാല്യൂ എത്രയാ 972 × 100 ഡിവൈഡ് ബൈ 40 ആണ്. ഇൻറ്റു 60/100 ചെയ്യാം. അപ്പോൾ 100 ക്യാൻസൽ ആക്കി പോവും. 40-ന്റെ 0 പോയി. പിന്നെ 6 അറിയുമ്പോൾ 2 പ്രാവശ്യം പോവും, 3. പിന്നെ 972 2 ഡിവൈഡ് ചെയ്താൽ 4 പ്രാവശ്യം പോവും. ബാക്കി 17 8 പ്രാവശ്യം പോവും. ബാക്കി 12 6 പ്രാവശ്യം പോവും. അപ്പോൾ എത്രയാ 4 8 6 × 3 വരും. അതെത്രയാ 3 × 6 പറയുമ്പോൾ 18, 1. 3 × 8 എന്ന് പറയുമ്പോൾ 24, 25, 2. 3 × 4 എന്ന് പറയുമ്പോൾ 12, 14. 1458 ആണ് എന്ത് ബോയ്സിന്റെ എണ്ണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻകം ഓഫ് അരുൺ ഈസ് 40 ലെസ് ദാൻ ബിനോയ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ബിനോയ്സ് ഇൻകം മോർ ദാൻ അരുൺ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 40% കുറവാന്നാ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോ ബിനോയിന്റെ എത്രയാ? ബിനോയിന്റെ അടുത്ത് 100 എടുക്കുകയാണെങ്കിൽ അരുണിന്റെ 100 40 പോയാൽ 60. അപ്പൊ ഇങ്ങനെ എടുത്ത് വിചാരിച്ചോ. അപ്പൊ നമ്മളോട് ചോദിച്ചെന്താ ഹൗ മച്ച് ബിനോയ് ഈസ് ഇൻകം മോർ ദാൻ അരുൺ. അപ്പൊ അരുണിന്റെ ഇൻകം എത്രയാ 60. അരുണിന്റെ 40 കൂട്ടിയാലാണ് ബിനോയിലേക്ക് എത്തുക. 40 കൂട്ടിയാലാണ് ബിനോയിലേക്ക് എത്തുക. 40 കൂട്ടുമ്പോൾ 40 ആണ് കൂട്ടി. എത്ര എന്നാ കൂട്ടി? 60 എന്നാ കൂട്ടി. ഇൻറ്റു 100 ചെയ്താൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും. അപ്പോൾ ഒരു 0 പോയി 0 പോയി. 6/4 പറയുമ്പോൾ 2/3 വരും.
2/3 എന്താ 66.66 അല്ലെങ്കിൽ 66 2/3. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ സിമ്പിളാണ്. ഇനി അടുത്ത് എന്താ പ്രൈസ് ഡിക്രീസ് എത്രയാ 20%. കൺസപ്ഷൻ ക്യാൻ by 5 kilogram more for 600. reduce and initial price. അപ്പൊ പ്രൈസ് 20% കുറച്ചപ്പോ കൺസപ്ഷൻ 5 കിലോഗ്രാം കൂടി 600 രൂപ എന്താണ് നമ്മുടെ എക്സ്പെൻസ് ആണ് ഉണ്ടായിന്. ആ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനീഷ്യൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇനീഷ്യൽ പ്രൈസ് എത്രയാ? നമുക്ക് ഇനീഷ്യൽ ആയിട്ട് 100 rupees ആണെങ്കിൽ അതിനെ ഫൈനൽ ആക്കി നോക്കുമ്പോൾ 80 ആവും. കാരണം 20% കുറച്ച്. നമ്മളിങ്ങനെ വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടാൻ നോക്കാം. അപ്പോൾ 20% ആണ് കുറച്ച്. ഇനി അടുത്ത് 600 എന്ന് പറയുമ്പോൾ 600/100 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 കിലോ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് 5 കിലോ മോറാണ് കിട്ടിയ 600 രൂപയ്ക്ക്. അപ്പൊ നോക്കി നോക്കാം ഇനി. അപ്പൊ ഇവിടെ ആകുമ്പോ എത്ര കിട്ടുക? അപ്പൊ 80 600 രൂപയാണല്ലോ നമ്മളുള്ളത്. അപ്പൊ 600/80 ചെയ്ത് നോക്കുക. 60/8 60/8 എത്രയാ? 15/2 അല്ലെ 7.2 എന്ന് വരും. നമ്മളോട് എന്താ പറഞ്ഞത്? 1.5 കിലോ ആണ് 5 കിലോ ആക്കണ്ട് അല്ലേ? ഈ 1.5 കിലോ ആണ് ഇവിടെ കൂടി. ശരിക്കും 1.5 കിലോ ആണ് കൂടി. പക്ഷെ ഇത് 5 കിലോ ആക്കണം. അപ്പൊ നമ്മൾ എത്ര കൂട്ടണ്ട്? അപ്പൊ അത് 1 കിലോ ആക്കുകയാണെങ്കിൽ 5 × 2/3. കാരണം 3/2 ആണല്ലോ 1.5. 2/3 വന്ന്. അപ്പൊ ഈക്വൽ ടു 10/3 വന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താ? 100 നമ്മൾ ഇനീഷ്യലാക്കി എടുത്തീന്. ശരിക്കും 100 അല്ലല്ലോ. അപ്പൊ 100ന് എത്ര ഡിവൈഡ് ചെയ്യണം? 10/3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടുക? 300/10. അപ്പൊ ഇനീഷ്യൽ പ്രൈസ് 30 രൂപയാണ്. ഇനീഷ്യൽ പ്രൈസ് 30 രൂപയാണ്. അപ്പൊ മനസ്സിലായി വിചാരിക്കുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്ത്? ഇനീഷ്യൽ 100 ആക്കി എടുത്ത്. ഇതാ ഇനീഷ്യൽ 100 അല്ല, പക്ഷെ 100 ആക്കി നമ്മൾ എടുത്ത്. 100 ആണെങ്കിൽ നമുക്ക് 600 രൂപയ്ക്ക് ചെയ്യുമ്പോൾ 6 കിലോ ആണ് കിട്ടുക. ഫൈനൽ ആകുമ്പോൾ 20% കുറച്ചാൽ 80 ആക്കി. 80 അറിയുമ്പോൾ 600നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 15/2 കിട്ടും, അല്ലെ 7.5 കിട്ടും. അവിടെ എത്ര കൂടി? 1.5 കിലോ ആണ് കൂടി. നമുക്ക് ഈ 1.5 കിലോനെ 5 കിലോ ആക്കണം. അപ്പോൾ 1.5 കിലോനെ 5 കിലോ ഈക്വൽ ആക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര റേഷ്യോ വരും ഇവിടെ? ഇവിടെ 1 കിലോ ആക്കി. അപ്പോൾ ഇവിടെ 5 × 2/3 വന്നു, അല്ലെ 5/3/2 ആണ് വരിക. അപ്പോൾ 3/2ന്റെ 2 മുകളിലേക്ക് പോയി വിൽക്രമം കൊണ്ട് ഗുണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ 10/3 വന്നു. ഈ 10/3 എന്ന് പറഞ്ഞാൽ എന്താ? 100നെ ഡിവൈഡ്, നമ്മൾ ഇനീഷ്യൽ 100 അല്ലേ എടുത്ത്. അപ്പോൾ 100നെ 10/3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഉള്ള പ്രൈസ്, ഇനീഷ്യൽ പ്രൈസ് എത്രയാന്ന് കിട്ടും. അപ്പോൾ ഇനീഷ്യൽ പ്രൈസ് കിട്ടാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ വിൽക്രമം കൊണ്ട് ഇൻഡ് ചെയ്ത് 300/10 30 രൂപ. അപ്പോൾ അത് ഇതൊരു ക്വസ്റ്റിനോട് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഇൻക്രീസ് പ്രൈസ്
10 4 കിലോഗ്രാം ലെസ് ഷുഗർ. അതായത് 10% കൂടിയപ്പം 4 കിലോഗ്രാം ലെസ് ആണ് നമുക്ക് കിട്ടിയ എന്ത് ഷുഗറിന്റെ വാല്യൂ. ഷുഗർ അല്ല, പ്രൊഡക്റ്റ് എന്തെങ്കിലും നമുക്ക് എന്താ 4 കിലോഗ്രാം ലെസ് ഷുഗർ തന്നെ കൊടുക്കാം. ഷുഗർ 4880 rupees. അപ്പോ എത്രയാണ് നമ്മുടെ ഇനീഷ്യൽ പ്രൈസ്? ഇനീഷ്യൽ പ്രൈസും നമ്മുടെ ഇൻക്രീസ്ഡ് പ്രൈസും കാണണം. അപ്പൊ ഇൻക്രീസ്ഡ് പ്രൈസും ഇനീഷ്യൽ പ്രൈസും ആണ് കാണേണ്ടത്, രണ്ടും കാണണം. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മളോട് പറഞ്ഞ എന്താ, നമുക്ക് അത് ഇനീഷ്യലി 100 ആക്കി എടുക്കാം. അപ്പൊ 100 എന്തായി? 110 100 എന്ന് പറയുന്ന നേരം 880 ആണ് നമ്മളുള്ള ബഡ്ജറ്റ്. അപ്പൊ 880 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്രയാ? 8.8 കിലോഗ്രാം കിട്ടി. ഇനി പ്രൈസ് 2. ഇവിടെ 880 110 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എത്ര കിട്ടുക? 8 കിലോഗ്രാം കിട്ടി അല്ലേ? 8 അല്ല 4 കിലോ 8 കിലോഗ്രാം തന്നെ അല്ലേ? 8 കിലോഗ്രാം കിട്ടി. ഇനി ഇതിന്റെ വ്യത്യാസം എത്രയാ? 8.8 മൈനസ് 8 ചെയ്യുമ്പോൾ 0.8 കിട്ടും. 0.8 പറഞ്ഞാൽ എത്രയാ? നമ്മൾ ഇനി 0.8 4 കിലോഗ്രാം ആക്കണം. അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ 0.8 കിലോഗ്രാം ഈക്വൽ ടു 4 കിലോഗ്രാം ആക്കണം. അപ്പൊ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ആണ്, റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഇൻറ്റു റേഷ്യോ ആണല്ലോ. അപ്പൊ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് 4 ഇൻറ്റു ഈ 8.8 പറഞ്ഞാൽ എത്രയാ? 0.8 എന്ന് പറഞ്ഞാല് 8/10 ആണ്. അപ്പൊ ഇൻറ്റു 10/8 ചെയ്യാം. 8 ചെയ്യുമ്പോൾ 2, 10/2 പറയുമ്പോൾ 5, റേഷ്യോ 5 കിട്ടി. ഈ 5 കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് എത്ര നമ്മൾ എടുത്ത്? 100 ആണ് എടുത്ത്. അപ്പൊ 100നെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ എന്താ ഇനീഷ്യൽ പ്രൈസ് കിട്ടും. അത് എത്ര? 20 കിട്ടി. ഇനി ഇൻക്രീസ്ഡ് പ്രൈസ് എത്രയാ? ഇൻക്രീസ് ചെയ്ത് എത്രയാ? 100/5 ആണ് ഇനീഷ്യൽ പ്രൈസ്. അപ്പൊ ഇനീഷ്യൽ പ്രൈസ് കിട്ടിയാണല്ലോ. അപ്പൊ ഇനീഷ്യൽ പ്രൈസ് ഇൻറ്റു എത്രയാ? 10% അല്ലേ കൂടി. അപ്പൊ 110 ഡിവൈഡ് ബൈ 100, 10% കൂട്ടി. അപ്പൊ എത്രയാ? 20നെ ക്യാൻസൽ ചെയ്ത് 2/10 5. അപ്പൊ 110 ഡിവൈഡ് ബൈ 5. 110ൽ എത്ര 5 ഉണ്ട്? 100ൽ എത്ര 5 ഉണ്ട്? 20. 110ൽ അപ്പൊ 22 5. അപ്പൊ ഇനീഷ്യൽ പ്രൈസ് 20, ഇൻക്രീസ് ബൈ 22. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോക്കുക. അതായത് അരുൺ സ്പെൻഡ് 10% ഇൻകം ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് 20% ഓഫ് റിമൈനിങ് ഓൺ ഹൗസ്, 40% ഓഫ് റിമൈനിങ് സേവിങ്സ് ആൻഡ് റിമൈനിങ് ഈസ് 432. അതായത് സേവിങ്സ് കഴിഞ്ഞ് ബാക്കി 432 ആണ്. 432 ആണ് നമ്മളെ ബാക്കിയുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളോട് ചോദിച്ചാൽ എന്താ? അരുണിന്റെ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ ആദ്യം അരുണിന്റെ ഉള്ളത് 100% ആണ്. ഈ 100%നെ 10% എഡ്യൂക്കേഷൻ കൊടുത്ത്, 10% എഡ്യൂക്കേഷൻ കൊടുത്ത് ബാക്കി എത്ര ഉണ്ടാവും? 90%. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഈ 90%നെ എത്രയാണ്? 90%. അതായത് 90%ന്റെ 20% ഹൗസിനാണ് കൊടുത്തത്. 90%ന്റെ 20% ഹൗസിനാണ് കൊടുത്തത്. 90% 20% ഇവിടെ കൊടുത്തപ്പോ ബാക്കി എത്ര ഉണ്ടാവുക? 80%. അപ്പൊ 90%ന്റെ 80% ഇവിടെ ഉണ്ട്. അപ്പൊ 90% 80%നെ നമ്മൾ ഇനി എന്തിനാണ് കൊടുക്കുന്നത്? 4, അതായത് 40% സേവിങ്സിന് കൊടുത്തു. 40% എന്തിനാണ്? സേവിങ്സിന്. എന്തിന്റെ 40%? 90%ന്റെ ഇതിന്റെ 40% സേവിങ്സിലേക്ക് പോയി. ഇതൊക്കെ പെർസെന്റേജിലാണ് കേട്ടോ.
അപ്പം ബാക്കി എത്ര ഉണ്ട്? 90%, 80%, 60% റിമൈനിങ്. ഇത് എത്രയാണ്? 432. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്ന്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. ഈ 432 പറഞ്ഞാൽ എത്രയാ? അല്ല വേണം ഇങ്ങനെ ചെയ്താൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ് കൊടുത്ത് എക്സ് ഇൻറ്റു എത്രയാ? 19 ഇൻറ്റു 18 ഇൻറ്റു 60. ഇതൊക്കെ പെർസെൻറ്റേജിനെ ഞാൻ ഫ്രാക്ഷനിലേക്ക് ആക്കാണ്. ഈക്വൽ ടു എത്ര? 432. ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റും നോക്കാം. പൂജ്യമൊക്കെ വെട്ടിപ്പോവും. പിന്നെന്താ? 9 ഇൻറ്റു 8. 8 എന്ന് പറയുന്ന 5 4. അതുപോലെ ഇത് 5 3. അപ്പം എന്തൊക്കെയാ ഒന്ന്? എക്സ് ഇൻറ്റു 9 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5. ഇങ്ങനെ ഒന്നല്ലോ. ഇവിടെ ഒരു 50 അല്ലേ വരിക? 5 ഇൻറ്റു 50. ഓക്കെ ഓക്കെ അല്ലേ? ഇനി ഈക്വൽ ടു 432. ഇനി ഇത് എത്രയാണ് വരിക? എക്സിന്റെ വാല്യൂ എത്രയാണെന്നാ ചോദിച്ചു. അപ്പൊ അതെന്താ? 432 ഇൻറ്റു 5 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 4 ഇൻറ്റു 3. അപ്പൊ ഇതാണ് ഇതിന്റെ വാല്യൂ ആയിട്ട് ചെയ്യേണ്ടത്. അതായത് എക്സിന്റെ വാല്യൂ ഇതാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മൈനസ് ചെയ്യണം. ഇതൊക്കെ മനസ്സിലായല്ലോ. ഒന്ന് എറേസ് ചെയ്താൽ സുഖമായിട്ട് ചെയ്യും. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാ? 432. അത് രണ്ടെണ്ണം ഇവിടെ ചെറുതാക്കാൻ പറ്റുമോ? അത് 2 25. പിന്നെ ഏതാ പോവുക? 432 പകുതി എത്രയാ? 216. 1 അത് പോയി. 216 9 പോവോ? 3 പോവല്ലോ. 3 പോവും. 3 എത്ര പ്രാവശ്യം പോവും? 21 3 7, 6 3 2 72. ഓക്കെ. അപ്പോൾ 72 ഇൻറ്റു 5 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 9 ഇൻറ്റു 9 അല്ലേ ഉള്ളൂ. അപ്പോൾ 9. 72 9 എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം പോവും. അപ്പോൾ 8 ഇൻറ്റു 5 ഇൻറ്റു 25. അപ്പോൾ 125. 8 ഇൻറ്റു 125 എത്രയാ? 8 ഇൻറ്റു 125 എത്രയാ? 4 ഇൻറ്റു 250. അങ്ങനെ അറിയുന്നത് 2 ഇൻറ്റു 500. അപ്പോൾ എത്ര? 1 ഇൻറ്റു 1000. അപ്പോൾ എത്രയാ വരിക? സാലറി എന്ന് പറയുന്നത്, അരുണിൻ്റെ ഇൻകം എന്ന് പറയുന്നത് 1000 ആണ്. 1000-നെയാണ് നമ്മൾ ഇത്രയും ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി 432 ബാക്കി 1. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതുപോലെ അതായത് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തെന്ന് നോക്കണം. കാരണം ഈ റിമൈനിങ്ങിൽ നിന്നാണ് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ആൻസർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പാസ് ആൻഡ് ഫെയിൽ എന്നുള്ളൊരു നോക്കാം. അതിലൊരു മെത്തേഡ് ചെയ്യാണ്ട് എങ്ങനെ വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. അതായത് X% ഫെയിൽഡ് ഇൻ ബയോളജി ആൻഡ് Y% ഫെയിൽഡ് ഇൻ ഫിസിക്സ്. ബാക്കി Z% ഫെയിൽഡ് ഇൻ ബോത്ത്. അപ്പോൾ ഇതില്ലേ, നമുക്ക് ഒന്ന് വെൻ ഡയഗ്രത്തിലേക്ക് നോക്കി നോക്കിയാൽ ഇത് എക്സ്, ഇത് വൈ, ഇത് സെറ്റ്, അതായത് ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ് വരിക. അപ്പൊ നമ്മൾ വെൻ ഡയഗ്രത്തിലും സെറ്റ്സിലൊക്കെ പഠിച്ചതാണ് എന്താണ്, ഈ സെറ്റും ഈ സെറ്റും സബ്സെറ്റ് ആണ്, അതായത് യൂണിയൻ ആണ് ഇവിടെ വരുന്നത്, അതായത് സോറി ഇന്റർസെക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ എത്ര ആൾക്കാർ ഫെയിൽ ചെയ്തെന്ന് നമ്മൾ പെർസെന്റേജ് ചോദിച്ചാൽ എങ്ങനെയാ പറയാ? പെർസെന്റേജ് ഓഫ് പാസ് സ്റ്റുഡൻസ്. പാസ്സായ നമ്മൾ ഫെയിൽഡ് ആണ് ഫുള്ള് തന്നത്. ആ പാസ്സായത് എങ്ങനെയാ കാണാം? പാസ്സായത് 100 ആണല്ലോ ടോട്ടൽ വരിക. അപ്പൊ അതിന്ന് ഫെയിൽഡ് കുറച്ചാൽ മതി. ഫെയിൽഡ് എങ്ങനെ കാണാം?
എക്സ് പ്ലസ് വൈ മൈനസ് സെഡ്. ഈ മൈനസ് സെഡ് നോക്കണം, കാരണം നമ്മളെ ഇതിൽ ഫെയിൽ ആയ ആള് ചിലപ്പോൾ ഇതിലുണ്ടാവും, ഇതിൽ ഫെയിൽ ആയ ആൾ ഇതിലുണ്ടാവും. അപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിലൂടെ ഇന്റർസെക്ഷൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഒഴിവാക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഏതെങ്കിലും ഒന്ന് മതി. അതായത് എക്സും വൈയും വേറെ വേറെ സെപ്പറേറ്റ് ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് ഇന്റർസെക്ഷൻ ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൈനസ് ചെയ്യണം. അപ്പൊ ഈ ഒരു കാര്യം നോക്കുക, ഈ ഒരു ഇക്വേഷൻ നോക്കി വെച്ചാൽ മതി. അപ്പൊ പാസ് ആൻഡ് ഫെയിൽ എന്നുള്ള ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം, എന്നാലും പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു എക്സാമിന് 58% ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്, അടുത്ത് 37% ഫെയിൽഡ് ഇൻ മാത്സ്, ആൻഡ് ബാക്കി എത്രയാ 19% കുട്ടികൾ രണ്ടെണ്ണത്തിലും ഫെയിലായി, ബോത്ത്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് പാസ്സാണ് ചോദിച്ചത്. പെർസെൻറ്റേജ് പാസ് പറഞ്ഞാൽ ടോട്ടലിൽ നിന്ന് പെർസെൻറ്റേജ് ഫെയിൽ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ടോട്ടൽ എത്ര 100% ആണ്. അതിന് ഫെയിൽ ആയത് എത്രയാ 58 മാത്സ്, 58 ഇംഗ്ലീഷ്, 37 മാത്സ്, പിന്നെ 19 ബോത്ത്. അപ്പൊ അത് മൈനസ് ചെയ്ത് എത്രയാ വരാ 100 മൈനസ് 58 37 കുറച്ചാല് കൂട്ടിയാൽ 95 വരും. മൈനസ് 19 ചെയ്താൽ 85 74 വരും. അപ്പൊ 74. അപ്പൊ 100 74 പോയാൽ 26%. ടോട്ടൽ എത്രയാണ് പാസ്സായത് 26% ആണ് രണ്ടെണ്ണത്തിൽ. അതായത് ടോട്ടൽ പാസ്സായ കുട്ടികൾ എല്ലാ സബ്ജക്റ്റും പാസ്സായത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 800 ഗേൾസ് ഉണ്ട്, 400 ബോയ്സ് ഉണ്ട്. അപ്പോൾ 40% ഓഫ് ഗേൾസും 40% ഓഫ് ബോയ്സും എക്സാം പാസ്സായി, എല്ലാ എക്സാം പാസ്സായി. അപ്പൊ ഫൈൻഡ് ദി പെർസെന്റേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബോയ്സിന്റെയും ഗേൾസിന്റെയും കണ്ട് ടോട്ടലിന് പെർസെന്റേജ് എടുക്കണം. അപ്പൊ ഗേൾസിന്റെ എടുക്കുക, 800ന്റെ 40% ആണ് പാസ്സായത്. എത്രയാ 8 × 4 എന്ന് പറഞ്ഞാൽ 320 വരും. ഇനി ടോട്ടൽ എത്രയാ 800 ആണുള്ളത് ഗേൾസ്. ഇനി ബോയ്സിന്റെ എന്താ 400ന്റെ 40%. 4 × 4 പറഞ്ഞാൽ 16. അപ്പൊ 160. എത്രയിലാണ് 400 ബോയ്സ് ആണുള്ളത് ടോട്ടൽ. അതിന് ടോട്ടൽ നോക്കുക, 1200 ആണ് ടോട്ടൽ സ്റ്റുഡൻസ്. പാസ്സായാലും എത്രയാ 480 ആണ് പാസ്സായത്. അപ്പൊ ഇനി പാസ് പെർസെന്റേജ് എങ്ങനെയാ കാണുക? 480 കുട്ടികൾ പാസ്സായി, എത്രയില് 1200 കുട്ടികൾ. ഇനി ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജ് ആയി. 48ൽ 12 പോകും. ഓക്കെ, പോവും. 4 പ്രാവശ്യം പോകും. അപ്പൊ എത്ര വരും ആൻസർ? 40% സ്റ്റുഡൻസ് എക്സാം പാസ്സായി. ഈ നമ്പർ ഓഫ് പാസ്ഡ് സ്റ്റുഡൻസ് പറഞ്ഞാൽ 480 ആണ്. ഈ നമ്പർ ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ് ചോദിച്ചാൽ എത്രയാ വരിക? 1200ന്ന് 480 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. 11 പോയ 2, 11ന്ന് 4 പോയാൽ 7 വരും. ഇപ്പൊ 720 ആണ് ടോട്ടല് ഫെയിൽഡ് സ്റ്റുഡൻസ്. അപ്പോൾ 480 പാസ്ഡ്, പിന്നെ അതാണ് പാസ് പെർസെൻറ്റേജ്. അപ്പൊ ഫെയിൽഡ് പെർസെൻറ്റേജ് എത്ര ആയിരിക്കും? 60% ആയിരിക്കും ഫെയിൽഡ് പെർസെൻറ്റേജ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് എവരി ഇയർ ബൈ 4%. ഫൈൻഡ് പോപ്പുലേഷൻ, ഇപ്പോഴത്തെ പോപ്പുലേഷൻ, പ്രസന്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. ഫൈൻഡ് ദ പോപ്പുലേഷൻ ആഫ്റ്റർ 2 years. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ എത്ര നമ്മുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ നോക്കുക. ഇനി ഇതിനെ ഒരു കൊല്ലം കഴിഞ്ഞാൽ എത്രയാണ് വരിക? 4% ഇൻക്രീസ് ആണ്, 104/100. അടുത്ത കൊല്ലം വരുമ്പോൾ ഇതിന്റെ 4% കൂടി. വേണമെങ്കിൽ നമുക്ക് എത്ര പെർസെന്റ് കൂടിയത് കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. 4 + 4 + 4 × 4/100 ഒക്കെ ചെയ്ത് ചെയ്യാം. പക്ഷെ നമ്മൾ പെർസെന്റേജ് അല്ല വെച്ച് എത്രയാണ് എന്നാണ് ചോദിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താ 2 0
ഇവിടെ 2 0 പോയി. പിന്നെന്താ ഉള്ളത്? 104 × 104. അപ്പൊ 104ന്റെ സ്ക്വയർ ആണ് കാണുന്നത്. അപ്പൊ 104ന്റെ സ്ക്വയർ കാണാനുള്ള വാല്യൂ എന്താ? ഇത് 10ഉം 4ഉം ആക്കി മാറ്റാം. ആദ്യത്തെ 1 പിന്നെ 2 ആക്കി എടുക്കാം. 10 × 4 × 2 പറഞ്ഞാൽ എത്രയാ? 10 × 4 40 × 2 80. അപ്പൊ 80 ഇവിടെ എഴുതി വെക്കുക. 10ന്റെ സ്ക്വയർ എത്രയാ? 100. 4ന്റെ സ്ക്വയർ 16. എന്നിട്ട് 80 × ഒരു സംഖ്യ മാറ്റിയിട്ട് എഴുതുക. 6 1 8 0 1. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 10816 ആണ് വരിക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 6400 പോപ്പുലേഷൻ കറണ്ട്, അതിൽ 10% എല്ലാ കൊല്ലവും കൂടുന്നുണ്ട്. 3 കൊല്ലം കഴിഞ്ഞ് പോപ്പുലേഷൻ എത്രയാണ്? അപ്പൊ നമ്മുടെ കറണ്ട് ആയിട്ടുള്ള പ്രസന്റ് പോപ്പുലേഷൻ ഇൻറ്റു ഫസ്റ്റ് ഇയർ 110% ആയി, അടുത്ത ഇയർ 110% ആയി, അടുത്ത ഇയർ 110% ആയി. ഇനി ഇതിലെത്ര 0 ഉണ്ട്? ഓക്കെ, എല്ലാ 0 ക്യാൻസൽ ആയി പോയി. ഇനി എന്താ ഉള്ളത്? 64 × 121 × 11. 64 × 121 × 11. 64 × 121 ചെയ്യുകയാണെങ്കിൽ 64 4 × 2 8 6 2 12 128 പിന്നെ 64 4 4 6 7 7. ഇനി ഇതിന്റെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 11 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ സുഖമാണ്. എങ്ങനെയാ? ഈ സംഖ്യ ഒരു പ്രാവശ്യം ഇവിടെ എഴുതിയാൽ മതി. 11 കൊണ്ട് ഇൻറ്റു ചെയ്യും. 4 4 1 14 1 15 8. അപ്പൊ ഇതാണ് 3 കൊല്ലത്തിന് ശേഷമുള്ള അവിടെ പോപ്പുലേഷൻ. 85 14 4. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ന കമ്പനി 20% റിഡക്ഷൻ ആണ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ആനുവലി. 2 കൊല്ലം മുന്നേ 100 വേക്കൻസി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് ന്യൂ വേക്കൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ ന്യൂ വേക്കൻസി 2 കൊല്ലം മുന്നേ 100 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കമ്പനി ഓരോ കൊല്ലം കഴിയുന്നവരെ 20% റിക്രൂട്ട്മെന്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ വേക്കൻസി എത്രയാണെന്ന് ചോദിച്ചത്. പ്രസന്റ് വേക്കൻസി എത്രയാണെന്നാണ് ചോദിച്ചത്. അതെത്രയാ? നമ്മളോട് പറഞ്ഞ എത്ര? 100 ആണ് 2 കൊല്ലം മുന്നത്ത്. അപ്പോൾ ഇവിടെ 20% ഡിക്രീസ് ആണ്. നമ്മൾ ഇത്രയും നേരം ഇൻക്രീസ് ആണ് ചെയ്തത്. അപ്പൊ ഡിക്രീസ് പറയുമ്പോൾ 100 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര? 80/100. രണ്ടാമത്തെ കൊല്ലം 80/100. അപ്പൊ പ്രസന്റ് ആയി. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അവിടെ എത്ര 0 ഉണ്ട്? 100 100 വെട്ടിപ്പോയി 2 0. 8 × 8 64. അപ്പൊ പ്രസന്റ് വേക്കൻസി എത്രയാ? 64 ആണ് ആൻസർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 6250 ആദ്യം 10% കുറച്ച്, പിന്നെ 20% കുറച്ച്, പിന്നെ 30% കുറച്ച്. 100 അടിയിൽ വരും. ഇതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയുള്ള 625 100 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4 25 4 പ്രാവശ്യം പോവും. 625 25 പ്രാവശ്യം പോകും. കാരണം 25 സ്ക്വയർ ആണ് 625. ഇനി 25 പോലെ ഇനിയിപ്പോൾ 8 പോകും. നോക്കുക. 8 4 2 പ്രാവശ്യം പോകും. ഓക്കെ, അപ്പോൾ അത് 1. എന്തൊക്കെയാണ്? 25 × 2 × 7 × 9. ഇതെത്രയാ? 50 × 7 × 9 പറയുന്നത് 62. സോറി, 7 × 9 പറയുന്നത് 63. അപ്പൊ 50 × 63 പറയുന്നത് 100 അല്ല വേണ്ട 50 ചെയ്യാം. അപ്പൊ 5 × 3 പറയുന്നത് 15. 15 × 5 1. 5 × 6 30 31. 3750 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ 2 കാൻഡിഡേറ്റ് ഒരു ഇലക്ഷൻ വന്നിട്ട് 60% കിട്ടിയ കാൻഡിഡേറ്റ് ജയിച്ച്.
അത് ജയിച്ചത് 1600 വോട്ട് വെച്ചിട്ടാണ് ജയിച്ചത്. അപ്പൊ ടോട്ടൽ പോൾഡ് വോട്ടാണ്. അപ്പൊ ടോട്ടൽ വോട്ട് നമ്പർ ഓഫ് വോട്ട് കാണാനാണ് പറഞ്ഞത്, എത്ര ആൾക്കാർ പോൾ ചെയ്യുന്നതാണ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ നോക്കുക, ഈ 60% മറ്റേ തോറ്റ ആൾക്ക് എത്രയും കിട്ടിയിട്ടുണ്ടാവുക, 2 ആളല്ലേ മത്സരിച്ചുള്ളൂ, 40. അപ്പൊ 20% അറിയുന്നത് എത്രയാണ്, 1600 ആണ്. അപ്പൊ നോക്കുക, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആയി എടുത്താൽ എക്സ് ഇൻറ്റു 20% അറിയുന്നത് 1600 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1600 ഇൻറ്റു 10/2 എത്രയാ, 800 വരും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പറഞ്ഞാൽ 8000. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം, ഇവിടെ 3 കാൻഡിഡേറ്റ്സ് ആണുള്ളത്. ഒരാൾക്ക് 40%, ഒരാൾക്ക് 36, ഒരാൾക്ക് എത്രയാണെന്ന് പറഞ്ഞില്ല. നമ്പർ ഓഫ് വോട്ട് ഗോട്ട് ബൈ ദ തേർഡ് പേഴ്സൺ ആണ് നമ്മളോട് ചോദിച്ചത്. ടോട്ടൽ 36,000 ആണുള്ളത്. അപ്പൊ എന്താ വേണ്ടത് നമുക്ക്, ആദ്യം മൂന്നാമത്തെ ആൾക്ക് എത്ര വോട്ട് കിട്ടി നോക്കണം. തേർഡ് പേഴ്സണ് എത്രയാ, 100ന്ന് 40ഉം 36ഉം കൂട്ടിയിട്ട് കുറച്ചാൽ മതി. എത്രയാ വരിക, 100 മൈനസ് 40 36 പറയുമ്പോൾ 76. അപ്പോൾ 24 കിട്ടും. അപ്പോൾ 24% ആണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എത്രയാ, 36,000 അല്ലേ. പിന്നെ നോക്കാമല്ലോ, ഇതിൻ്റെ 24% കാണാം. അപ്പോൾ മൂന്നാമത്തെ ആൾക്ക് കിട്ടിയത് 360 ഇൻറ്റു 24 എത്രയാ, 4 ഇൻറ്റു 0 0, 4 ഇൻറ്റു 6 24, 4 ഇൻറ്റു 3 12, 13, 14. പിന്നുള്ളത് 2 ഇൻറ്റു 0 0, 2 ഇൻറ്റു 6 12, 2 1, 2 ഇൻറ്റു 3 6 7, 0 4 6 8. അപ്പോൾ ടോട്ടൽ നമ്പർ ഗോട്ട് ബൈ ദ തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ 8640 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്സ്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ്. മിക്സ്ചർ പറയുമ്പോൾ 40 ലിറ്ററിന്റെ വാട്ടർ ആൻഡ് മിൽക്കിന്റെ ഒരു മിക്സ്ചർ ഉണ്ട്. അതിൽ 40 ലിറ്ററിൽ 10% വാട്ടറും 90% മിൽക്കും ആണ്. ഈ വാട്ടർ 20% ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത്. അപ്പോൾ പുതുതായി ആഡ് ചെയ്ത വാട്ടർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വാട്ടർ മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ, മിൽക്കിന്റെ സെയിം ആണ്. അപ്പോൾ പുതിയ ന്യൂ സൊല്യൂഷനിൽ ന്യൂ മിക്സ്ചറിൽ എത്രയാണ് ഉണ്ടാവുക, മിൽക്കിന്റെ പെർസെൻറ്റേജ് 80 ആണ് ഉണ്ടാവുക. ഈ 80% പറഞ്ഞാൽ ഇതിന് സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ 40 ഇൻറ്റു 90% പറഞ്ഞാൽ 80% സെയിം ആയിരിക്കും. അപ്പം 4 ഇൻറ്റു 9 പറഞ്ഞാൽ 9 9 16 30, 9 9 പാട്ട് 36 വരും. 36 ലിറ്റർ ആണ് വരിക. അപ്പോൾ എക്സ് പറഞ്ഞാൽ ടോട്ടൽ വോളിയാണ് പുതിയതിന്റെ. എക്സ് ഇൻറ്റു 80/100 ചെയ്ത് കഴിഞ്ഞാൽ 36 ലിറ്റർ കിട്ടണം. അപ്പം എക്സിന്റെ വാല്യൂ എത്രയാണ്, 36,000/80 വരും. 36 എത്ര പ്രാവശ്യം 8 പോകും, 4 പ്രാവശ്യം പോകും. അപ്പോൾ 4 പ്രാവശ്യമല്ല, 36 8 നോക്കട്ടെ, 32 പ്രാവശ്യം 4 പ്രാവശ്യം പോകും. പിന്നെ 40 വരും. അപ്പം 5 പ്രാവശ്യം പോകും, 45 ലിറ്റർ ആണ് വരിക. അപ്പം 45ന്ന് ഇവിടെ 40 ലിറ്റർ ആയിരുന്നു, അത് 45 ലിറ്റർ ആയി. അപ്പൊ എത്ര ലിറ്റർ ആണ് കൂടി, 5 ലിറ്റർ കൂടി. അതെന്തായിരിക്കും, 5 ലിറ്റർ വാട്ടർ ആണ് ആഡ് ചെയ്തതിന്. അപ്പൊ 5 ലിറ്റർ വാട്ടർ ആണ് പുതുതായി ആഡ് ചെയ്തത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞത്, 75 കിലോഗ്രാം ഷുഗർ സൊല്യൂഷനിൽ 30% ഷുഗർ ഉണ്ടായിരുന്നു. ഈ 30%നെ 70% ആക്കണമെങ്കിൽ എത്ര ഷുഗർ ആണ് ആഡ് ചെയ്യേണ്ടത്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ മിൽക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായല്ലോ, മിൽക്ക് കോൺസ്റ്റന്റ് ആകുമ്പോൾ ആദ്യം ഷുഗറിന്റെ വാല്യൂ എത്രയാണെന്ന് കാണാം. ഷുഗർ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, 75ന്റെ 30% ഷുഗർ ആയിരുന്നു. 30% പറയുമ്പോൾ എത്ര വരിക, 75ൽ 5 പ്രാവശ്യം പോകും. 5 പ്രാവശ്യം പോകുമ്പോൾ അല്ല വേണ്ട, അങ്ങനെ 3 4 30. അപ്പോൾ 30/4 വരും. അപ്പോൾ 7.5 ആണ്. സോറി, 7.5 അല്ലല്ലോ വരിക,
30% അല്ല, 3% അല്ലല്ലോ. 3 × 30 90. 90/4 വരുമ്പോൾ 22.5 അല്ലേ, 45ന്റെ പകുതി 22.5 കിലോഗ്രാമാണ് ആദ്യമുള്ള 30% ഷുഗറിനുള്ളത്. അപ്പോൾ എത്ര ആയിരിക്കും മിൽക്ക് ഉണ്ടാവുക? 75 മൈനസ് 22.5 ചെയ്ത് കഴിഞ്ഞാൽ 0.5 വരും. 4 2 പോയാൽ 2, 7 2 പോയാൽ 5. അപ്പോൾ 52.5 ആണ് എന്ത് മിൽക്കിന്റെ വാല്യൂ. അപ്പോൾ പുതിയ സൊല്യൂഷനിൽ മിൽക്ക് എത്രയാ? 70%. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ പുതിയ സൊല്യൂഷൻ്റെ ആണ് ഇൻറ്റു 30 ആണ്. അതായത് പുതിയ സൊല്യൂഷനിൽ 30% ആണല്ലോ മിൽക്ക് ഉള്ളത്. /100 പറയുന്നത് എത്രയാണ്? 52.5 ആണ്. അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് ടോട്ടൽ എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 52.5 ഇൻറ്റു 100/30 വരും. ഇനി 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 525/3. അപ്പോൾ 3 5 5 12 12 അറിയുമ്പോൾ 3 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എത്ര പ്രാവശ്യം പോകും? 5 ഒരു പ്രാവശ്യം പോകും. പിന്നെ 22 3 പ്രാവശ്യം പോകും. പിന്നെ 15 3 5 പ്രാവശ്യം പോകും. 175. അപ്പോൾ പുതിയ സൊല്യൂഷൻ 175 ലിറ്റർ തന്നെയാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ എത്ര ആഡ് ചെയ്ത്? ആദ്യം എത്ര ഉണ്ടായിരുന്നു? 75 ഉണ്ടായിരുന്നു. പുതിയതിൽ എത്ര? 175 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം 100 കിലോഗ്രാം ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. എന്തിന്? അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അപ്പോൾ 100 കിലോഗ്രാം ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. എന്തിന്? അതായത് 70% ഷുഗർ സൊല്യൂഷൻ ആവണമെങ്കിൽ. പിന്നെ ഈ വീഡിയോ കണ്ടതിന് എത്രയും നന്ദി. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഇന്നലെ കുറച്ച് വീഡിയോ ചെയ്തിരുന്നു. അത് വീഡിയോ എന്താ എററായിപ്പോയി. അപ്പോൾ അത് എല്ലാവരും കാണുകയാണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ശരി, എല്ലാവരും പഠിക്കുക.